ഹലോ വെൽക്കം ടു പി കെ ലേണിംഗ്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞൊരു ലോങ് സീരീസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. RBIയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൂടാതെ പ്രധാനപ്പെട്ട ബാങ്കുകളെ പറ്റിയിട്ട്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. പണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടും കൂടാതെ സെക്കൻഡറി മാർക്കറ്റിനെ പറ്റിയിട്ടാണ് നമുക്ക് ഇനി പറയാനുള്ളത്. സോ മണി എന്ന് പറയുന്ന ഒരു ഫിക്സഡ് സാധനത്തിനെ പറ്റിയിട്ടും അതിന് സെക്കൻഡറി മാർക്കറ്റിൽ തന്നെ റൺ ചെയ്യും തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഈ പറഞ്ഞ സെക്കൻഡറി മാർക്കറ്റിലേക്കുള്ള കാര്യങ്ങളിലേക്കുള്ള ലീഡിലേക്കാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾമോസ്റ്റ് പകുതിയായിട്ട് നിർത്തി വെച്ചിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി പോയിന്റ്സോടെ പറഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിരുന്ന മണി മാർക്കറ്റിൻ്റെ അടുത്ത ഇൻസ്ട്രുമെന്റ്സ്, പ്രധാനമായിട്ടും കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഇതിൽ വരുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഇൻസ്ട്രുമെന്റ്സിലേക്ക് വേണം നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ചാമത്തെ പോയിന്റോടാണ് പറയുന്നത്. 4 പോയിന്റോട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അഞ്ചാമത്തെ പോയിന്റ് വേറെ ഒന്നുമല്ല, കോൾ മണി മാർക്കറ്റാണ്. എന്താണ് കോൾ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ? കോൾ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷനാണ്. രണ്ട് ബാങ്കുകൾ തമ്മിൽ, ഇപ്പം ചെറിയ ബാങ്കും വലിയ ബാങ്കും അല്ലെങ്കിൽ വലിയ രണ്ട് ബാങ്കുകൾ തമ്മിലൊക്കെയുള്ള ട്രാൻസാക്ഷൻസിനെയാണ്, ഇന്റർ ബാങ്ക് ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാം, കോൾ മണി മാർക്കറ്റ് എന്ന് പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനമായിട്ടും ബാങ്കുകൾ തമ്മിലുള്ള ഒരു പണവിപണിയാണ്. ഇവിടെ സാധാരണയായി ഒരു ദിവസത്തേക്ക് ഫണ്ടുകൾ കടം വാങ്ങുകയും നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനെ ഓവർനൈറ്റ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഓവർനൈറ്റ് ബൊറോയിങ് മാർക്കറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. കൂടാതെ പരമാവധി 14 ദിവസം വരെ ഇത്തരത്തിൽ പണം സമാഹരിക്കാൻ ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതിനെ ഷോർട്ട് നോട്ടീസ് എന്ന് പറയും. അപ്പോൾ ബാങ്കുകൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഫിനാൻഷ്യൽ നീഡ്സ് വരുമ്പോൾ വളരെ പെട്ടെന്നുള്ള ഷോർട്ടേജ് മാത്രമേ വരൂ. അപ്പോൾ അത് മാക്സിമം 2 weeks വരെ വരാറുള്ളൂ. യൂഷ്വലി ഇത് 1 day അല്ലെങ്കിൽ ഓവർനൈറ്റിൽ മാത്രമായിരിക്കും ബോറോ ചെയ്ത് പിറ്റേ ദിവസം തിരിച്ചു കൊടുക്കായിരിക്കും ചെയ്യുന്നത്. പെട്ടെന്നുള്ള ഫണ്ട് സമാഹരണമായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പല രീതിയിലാവാം. ഇപ്പോൾ ചിലപ്പോൾ ഷോർട്ട് ടൈം ആയിട്ടുള്ള ബാങ്കുകൾക്ക്, ഇപ്പോൾ ചെറിയ ബാങ്കുകളും വലിയ ബാങ്കുകളും ഒക്കെ മാർക്കറ്റിലുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ബാങ്കുകൾക്കെല്ലാം നമുക്കറിയാം ഒരു പർട്ടിക്കുലർ മാൻഡേറ്റ് ആര് കൊടുത്തിട്ടുണ്ട്? RBI കൊടുത്തിട്ടുണ്ട്. എന്താണ് മാൻഡേറ്റ് എന്ന് പറയുന്നത്? ഇവരൊരു പർട്ടിക്കുലർ എമൗണ്ട് മാറ്റി വെക്കണം. ഈ ബാങ്ക് നാളെ കടത്തിലായിട്ട് പൂട്ടി പോകേണ്ടി വന്നാലോ, അപ്പോൾ അത് മാറ്റാനായിട്ട് ഒരു സെക്യൂരിറ്റി എമൗണ്ട് എവിടെ വെക്കണം? RBIയുടെ കയ്യിലോട്ടും കൊടുക്കണം, ഇവരുടെ കയ്യിലും വെക്കണം. അപ്പോൾ ഇത്തരത്തിൽ CRR SLR എന്ന് പറഞ്ഞിട്ടുള്ള 2 വാല്യൂസ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. വലിയ ബാങ്കുകൾക്കൊന്നും ഇത് കുഴപ്പമില്ല. എന്നാൽ ചെറിയ ബാങ്കുകൾക്ക് അങ്ങനെയല്ല. ചെറിയ ബാങ്കുകൾക്ക് ഈ ഒരു തുക സമാഹരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും. ഇവരെന്ത് ചെയ്യും? ഇവർ ചില സമയങ്ങളിൽ ഇവർക്ക് ഈ പറഞ്ഞ ഫണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? ആവശ്യമായിട്ട് വരും. ഇവർക്ക് സ്വന്തമായിട്ട് ഈ സാധനം മാറ്റി വെക്കാനായിട്ട് ആ ഒരു ടൈം പീരീഡിൽ ഇതൊരു ഇൻസ്പെക്ഷൻ ഒക്കെ നടക്കുന്ന സമയങ്ങളൊന്നും ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും? ഓവർനൈറ്റ് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടി വരും. വലിയ ബാങ്കുകളിൽ നിന്നും ചെറിയ ബാങ്കുകൾ ഇത്തരത്തിലുള്ള പണം എന്ത് ചെയ്യും? കടം വാങ്ങും ചില സമയങ്ങളിൽ. അപ്പോൾ ഇത് 1 day മുതൽ 14 days വരെയുള്ള തീയതികളിൽ ആവാം എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയാം? കോൾ മണി മാർക്കറ്റ്. അപ്പോൾ ഈ ഓവർനൈറ്റ് ബാങ്കിങ് ബൊറോയിങ് മാർക്കറ്റ് എന്നും കൂടുതൽ ദിവസങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ 14 daysലേക്ക് പോവുകയാണെങ്കിൽ ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിനൊരു ഗ്രാഫിക്കൽ ഇമേജ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം നമ്മൾ പറഞ്ഞ കാര്യത്തിന് ഒരു ഗ്രാഫിക്കൽ ജനറേറ്റഡ് ഇമേജ് ആണ് എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ഇടയ്ക്ക് പ്രൈമറി ഡീലർമാരുണ്ടാവും. അപ്പോൾ അതെന്താണ്? ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഹർഷത് മേത്ത സ്കാം എന്നുള്ള സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 91-92 ടൈം പീരീഡിലായിരുന്നു. ചിലപ്പോൾ ഓൾറെഡി കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ഇതിനെ ചുറ്റിപ്പറ്റി ഇതിനോടൊരു ബന്ധമുള്ള രീതിയിൽ ദുൽഖർ സൽമാന്റെ ഒരു മൂവിയും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വെബ് സീരീസ് ഉണ്ട് ഇതിനെ പറ്റിയിട്ട്, ഹർഷത് മേത്ത. പറ്റുമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇത്തരത്തിലുള്ള ബാങ്കിങ് മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കോൾ മണി ട്രാൻസാക്ഷൻസിനെ പറ്റിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഇന്റർ ബാങ്കിങ് ട്രാൻസാക്ഷൻ നടക്കുന്ന ബാക്കി ഒരുപാട് ഫാക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും ആ ഒരു സീരീസ് ചെറിയൊരു സീരീസ് ആണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ശരിക്കും ഈ ഹർഷത് മേത്ത സ്കാം നടക്കുന്നത് നരസിംഹറാവുവിന്റെ കാലത്താണ്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ പ്രധാനമായിട്ടും കോൾ മണിയാണ് അദ്ദേഹം പ്രധാനമായിട്ട് ഉപയോഗിച്ചത് സെക്കൻഡറി മാർക്കറ്റിലേക്ക് ഫണ്ട് മാറ്റാൻ വേണ്ടിയിട്ട്. സെക്കൻഡറി മാർക്കറ്റ് എന്താണ് നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വേറെ ഒന്നല്ല, സ്റ്റോക്ക് മാർക്കറ്റ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഫണ്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹർഷത് മേത്ത ഉപയോഗിച്ചത് കോൾ മണി മാർക്കറ്റാണ്. ഇദ്ദേഹം ഒരു ഏജന്റ് ആയിരുന്നു. ഈ ഒരു ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരുപാട് ഫണ്ടുകൾ എവിടെ നിന്ന് കിട്ടും? ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്ക് കൊടുക്കുമ്പോൾ ഇയാളുടെ കയ്യിൽ വന്നിട്ട്, ഇയാളാണ് ഏജന്റ്, ഇയാൾ എന്ത് ചെയ്യും? വലിയ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഇയാൾ എന്ത് ചെയ്യും? ചെറിയ ബാങ്കുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇയാൾക്ക് അറിയാം ഈ ഒരു ടൈം പീരീഡിൽ ബാങ്കുകൾക്ക് ആവശ്യം വരുമെന്ന്. അപ്പോൾ ഇയാൾ കയ്യിൽ എടുത്തു വെച്ചിട്ട് ആവശ്യമുള്ള ബാങ്കുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ ഇയാളുടെ കയ്യിലേക്ക് ഫണ്ട് വരും. മാക്സിമം 2 weeks വരെയുള്ള ടൈം പീരീഡിലേക്ക് ഇയാളുടെ കയ്യിൽ ഫണ്ട് വരും. ഈ ഫണ്ട് ഈ ടൈം പീരീഡിൽ എന്തെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് ഹൈക്ക് ചെയ്യും. എന്നിട്ട് വലിയ പ്രോഫിറ്റഡ് ആകുമ്പോൾ ഒരുപാട്, ഇയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 10 രൂപയാണെങ്കിൽ ചിലപ്പോൾ അത് 1000 രൂപയിലേക്ക് എത്തിക്കും. എന്നിട്ട് അതിന്റെ ഷെയർ അങ്ങ് വിറ്റ് കളയും. അപ്പോൾ ഒറ്റയടിക്ക് മാർക്കറ്റ് മൊത്തത്തിലേക്ക്, ആ ഒരു കമ്പനിയുടെ മാർക്കറ്റ് മൊത്തം താഴത്തേക്ക് വരും. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യും? ഹൈപ്പർ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് കോടികളുടെ വരുമാനമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നീട് ഒരു സമയത്ത് എന്ത് ചെയ്തു? ഇത് പിടിക്കപ്പെട്ടു. അതിനെ പറ്റിയിട്ടാണ് പിന്നീട് ആ കഥകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പൊളിറ്റീഷ്യൻസ് ഉൾപ്പെടെ ആൾക്കാർ എന്ത് ചെയ്തിരുന്നു? പിടിക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടിരുന്നു. ഈവൻ നരസിംഹറാവു വരെ ഇതിനകത്തൊരു ആരോപണ വിധേയനായിരുന്നു. അപ്പോൾ അത് വലിയൊരു ഗവൺമെന്റിന് താഴെ ഇറക്കുന്നതിനും സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിനൊക്കെ അന്ന് കാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ,
അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ കോൾ മണി, നമ്മൾ ഇന്ന് പഠിക്കുന്ന ഇക്കണോമിക്സിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവുകയും ചെയ്യും, നമുക്ക് ഇത് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. സോ അത്തരത്തിൽ ഈ ഒരു ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസിന് ഇടയ്ക്ക് ഡീലർമാർ ഉണ്ടാകുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക. ഇവരെ റെഗുലേറ്റ് ചെയ്യുന്ന ആരായിരുന്നു? പ്രൈമറിലി RBI ആണ് ഇതിന് എന്ത് ചെയ്യുന്നത്? റെഗുലേറ്റ് ചെയ്യുന്നത്. പിന്നീട് സെക്കൻഡറി മാർക്കറ്റിനെ ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ട്രാൻസാക്ഷൻസിന് ഇടയ്ക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആരെ കൊണ്ടുവന്നു? സെബിയെ കൊണ്ടുവന്നു എന്നുള്ള കാര്യം, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏജൻസിനെ കൊണ്ടുവന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഈ വിപണിയിൽ ഈടുകൾ ഒന്നും കൂടാതെയാണ് ഇടപാടുകൾ നടക്കുന്നത്. ട്രസ്റ്റ് വർത്തിനെസ് ആണ് ഇവിടുത്തെ മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ വിപണിയിലെ പലിശ നിരക്ക് അപ്പോഴത്തെ റിപ്പോ നിരക്കിന് അനുസരിച്ചായിരിക്കും നീങ്ങുന്നത്. ആ സമയത്ത് റിപ്പോ റേറ്റ് എന്താണോ അതുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും കൂടുതലും ഈ റേറ്റ്, എത്ര ഇൻട്രസ്റ്റ് വേണം, ഈ പണം കൊടുക്കുന്നതിന് എത്ര ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണം എന്നുള്ള കാര്യം ഉണ്ടാകുന്നത്. അപ്പോൾ കൊളാറ്ററൽസ് ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈടുകൾ ഇല്ലാതെയാണ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റുകൾ അവർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ കാലാവധി കൂടുന്നവരും ഓവർനൈറ്റ് ട്രാൻസാക്ഷൻസിനേക്കാളും ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും 14 ഡേയ്സിലേക്കുള്ള ട്രാൻസാക്ഷൻസിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടിന്റെ ലഭ്യതയ്ക്കും ആവശ്യകതയ്ക്കും അനുസരിച്ച് യഥാർത്ഥ കോൾ റേറ്റ് നിലവിലെ റിപ്പോ റേറ്റിന് അടുത്തായിരിക്കും. അപ്പോൾ റിപ്പോ റേറ്റ് എത്രയാണോ അതിനോട് വളരെ നിയറസ്റ്റ് ആയിട്ടായിരിക്കും ഇതും എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്യുന്നത്. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കും പ്രൈമറി ഡീലർമാർക്കും മാത്രമാണ് ഈ വിപണിയിൽ കടം വാങ്ങുന്നവരായും നൽകുന്നവരായും പ്രവർത്തിക്കാൻ അനുമതിയുള്ളത്. അപ്പോൾ കടം കൊടുക്കുന്നവരുണ്ട്, വാങ്ങുന്നവരുണ്ട്. അപ്പോൾ ആ കാറ്റഗറിയിൽ ഇത് രണ്ടായിട്ടും പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്? ആ രാജ്യത്തെ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കും പ്രൈമറി ഡീലർമാർക്കുമാണ് കൊടുക്കുന്നവരായിട്ടും വാങ്ങുന്നവരായിട്ടും എന്ത് ചെയ്യുക, ആക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ പ്രൈമറി ഡീലർമാർ എന്ന് പറഞ്ഞാൽ ഫണ്ട് ഇവിടുന്ന് വാങ്ങി അവിടുന്ന് കൊടുക്കുന്ന ആൾക്കാരാണ്, അവർക്കത് പറ്റും. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ആവശ്യത്തിന് ഈ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ വലിയ ബാങ്കുകൾ മാത്രമല്ല, ചെറിയ ബാങ്കുകൾ ഉണ്ടാവും, വളരെ വമ്പൻ ബാങ്കുകൾ ഉണ്ടാവും, ഒരു ഇന്റർമീഡിയറ്റ് ആ ലെവലിൽ നിൽക്കുന്നവരുണ്ടാവും. ഇവർക്ക് ചില സമയത്ത് ആവശ്യം വരുമ്പോൾ പണം വാങ്ങാനും പറ്റും. ഒരുപാട് വലിയ ബാങ്കുകളുടെ ഇന്ന് പണം വാങ്ങാൻ പറ്റും, ഇവർക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ഇനത്തിലും പെടും. കൂടാതെ പ്രൈമറി ഡീലർമാർ ഏജന്റുകളാണ്, ഇവർക്കും ഇതിന് എന്ത് ചെയ്യും, വാങ്ങാനും കൊടുക്കാനും പറ്റും. എന്നാൽ ഇൻഷുറൻസ് കമ്പനികൾക്കും മ്യൂച്വൽ ഫണ്ടുകൾക്കും IDBI, നബാർഡ് എന്നിവയ്ക്കൊക്കെ പണം നൽകുന്നവരായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. ഇവർക്ക് ഈ പറഞ്ഞ ഷോർട്ടേജ് വരുമ്പോൾ ഫണ്ട് വാങ്ങാൻ പറ്റത്തില്ല. ഇവർക്ക് ഫണ്ട് കൊടുക്കുന്ന ഏജൻസികളായിട്ട് വേണമെങ്കിൽ ആക്ട് ചെയ്യാം. ഇവരെ ലെൻഡേഴ്സ് ആയിട്ട് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ഇതൊക്കെ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആയിട്ട് ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഡയറക്ട്ലി ക്വസ്റ്റൻസ് വരും എന്നുള്ളൊരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു നോളജ് ഉണ്ടാക്കി വെക്കുക. എപ്പോഴെങ്കിലും വൺസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാക്ട് വന്ന കയ്യിൽ നിന്ന് പോകാതെ എന്ത് ചെയ്യുക, സൂക്ഷിച്ച് വെക്കാനായിട്ട് നമുക്ക് പറ്റും. ഇൻ കേസ് വേറെ എക്സാമ്പിൾക്കാണെങ്കിൽ പോലും നമുക്ക് ഇത് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കോൾ മണിയെ പറ്റി പറഞ്ഞു. കോൾ മണി എന്ന് പറഞ്ഞാൽ ഇന്റർബാങ്ക് ട്രാൻസാക്ഷൻസ് ആണെന്ന് പറഞ്ഞു. ഓവർനൈറ്റ് ട്രാൻസാക്ഷൻസ് ഉണ്ട്, കൂടാതെ 14 ദിവസം വരെ പോകുന്ന ട്രാൻസാക്ഷൻസ് ഉണ്ട്. ചില ആൾക്കാർ ഇതിനകത്ത് ഏജന്റുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കുന്നവരായിട്ട് വാങ്ങുന്നവരായിട്ടും പറ്റും, ഏജന്റുകൾക്കും പറ്റും. എന്നാൽ IDBI പോലുള്ള ബാങ്കുകളാണെങ്കിൽ അവർക്ക് കൊടുക്കുന്നവരായിട്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് മണി മാർക്കറ്റിലെ മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടാണ്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഷോർട്ട് ടൈം ആണ്. 1 ഇയർ താഴെ ടൈം പീരീഡ് വരുന്ന മാർക്കറ്റിനെയാണ് എന്ത് പറയുന്നത്, മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈം പീരീഡിലേക്കുള്ള മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ റീസെന്റ് ഒരുപാട് ആളുകൾ ഭയങ്കര അധികം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ, അല്ലെങ്കിൽ ആളുകളുടെ ഇടയ്ക്ക് പെനിട്രേഷൻ വളരെ കൂടിയ ഒരു സംഭവമാണ് എന്ത്, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞത്രേ ഉള്ളൂ, നമുക്ക് നേരിട്ട് പോയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അറിയില്ല. നമുക്ക് അങ്ങനെ ഒരു ടൈം പീരീഡ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി പഠിക്കാനോ ഫോളോ ചെയ്യാനോ പറ്റത്തില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു ഏജൻസിനെ ഏൽപ്പിക്കും. അപ്പോൾ ആ ഏജൻസി എന്ത് ചെയ്യും, പല ഫണ്ടുകൾ പൂൾ ചെയ്യും. പല ആളുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ഫണ്ട് വാങ്ങിച്ച് കുറേ എമൗണ്ട് കളക്ട് ചെയ്ത് ഇത് കൊണ്ടുവന്ന് നല്ലോണം മാർക്കറ്റിനെ പഠിച്ചവരെടുത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ഈ പ്രോഫിറ്റിന്റെ ഒരു ഷെയർ നമുക്ക് കിട്ടും. അപ്പോൾ ലോങ് ടൈമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു 50 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു വലിയൊരു എമൗണ്ട് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. എന്നാൽ ഡയറക്റ്റ് കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും പണം കുറവായിരിക്കും കിട്ടുന്നത്, പക്ഷേ റിസ്ക് അതനുസരിച്ച് എന്ത് ചെയ്യും, കുറയും. അതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് ജനറലി വൺ വേർഡിൽ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പോൾ അത് മണി മാർക്കറ്റിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഷോർട്ട് ടൈം പീരീഡിൽ 1 ഇയറിന്റെ താഴെയുള്ള ടൈം പീരീഡിലേക്ക് ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാം, മണി മാർക്കറ്റ് എന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ട്രഷറി ബില്ലുകൾ പോലത്തെ സാധനങ്ങളുണ്ട്. അപ്പോൾ ടി ബില്ല് പോലത്തെ സാധനങ്ങളായിരിക്കും നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന കാര്യം കൂടി ജസ്റ്റ് മനസ്സിലാക്കുക. 1 ഇയർ താഴെ ടൈം പീരീഡിൽ വരുന്ന, നമുക്ക് അതിന്റെ ടൈം പീരീഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ 5 എണ്ണം ഉണ്ടായിരുന്നു, 2 എണ്ണം ക്യാൻസൽ ആയി. അപ്പോൾ 7 ഡേയ്സിലേക്കും 14 ഡേയ്സിലേക്കുള്ള സാധനങ്ങളൊക്കെ പിന്നീട് ക്യാൻസൽ ആയിട്ട് 91 ഡേയ്സിലേക്കുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം നമ്മൾ പഠിച്ചു ട്രഷറി ബില്ലിൽ. ഇത്തരത്തിലുള്ള ട്രഷറി ബില്ലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് നമ്മൾ പ്രധാനമായിട്ട് എന്ത് പറയാം, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 1992 അവതരിപ്പിച്ചത്. വ്യക്തികൾക്ക് ഹ്രസ്വകാല നിക്ഷേപങ്ങൾ നൽകുക എന്നായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ 92 ഇത് അവതരിപ്പിച്ച എന്താണ്, വ്യക്തികൾക്ക് ഹ്രസ്വകാല നിക്ഷേപം, ഷോർട്ട് ടൈം പീരീഡിലേക്കുള്ള നിക്ഷേപ അവസരങ്ങൾ കൊണ്ടുവരിക. മ്യൂച്വൽ ഫണ്ടുകൾക്കായുള്ള പ്രാരംഭ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ പലതവണ ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാധനം റെഗുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇളവുകൾ ഈ ആൾക്കാരിലേക്ക് കൂടുതലായിട്ട് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇളവുകൾ നൽകിയിട്ടുണ്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ. 2000 മാർച്ച് മുതൽ RBIക്ക് പുറമെ സെബിയും കൂടി ഇതിനകത്ത് മ്യൂച്വൽ ഫണ്ടുകളെ എന്ത് കൊണ്ടുവന്നു, റെഗുലേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു. ഇപ്പൊ കറക്റ്റ്ലി എന്ന് പറഞ്ഞാൽ സെബിയാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ 2000 ശേഷം RBI കൺട്രോൾ ചെയ്യുന്ന ഒരു മേഖലയിൽ നിന്ന് 96 2000 ആ ഒരു ടൈം പീരീഡിലായിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സെബിനെ ഇതിലേക്ക് റെഗുലേറ്റർ ആയിട്ട് മാറ്റി കൊണ്ടുവന്നു. അപ്പോൾ സെബി ഇൻട്രോഡ്യൂസ് ചെയ്തത് എന്ത് തന്നെയാണ്? ഈ സെക്കൻഡറി മാർക്കറ്റ് പോലുള്ള കാര്യങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള കാര്യങ്ങൾ, മ്യൂച്വൽ ഫണ്ടുകളെ ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെബി കൊണ്ടുവന്നത്. ഇപ്പോൾ സെബിയാണ് കൂടുതലായിട്ട് തന്നെ കൺട്രോൾ ചെയ്യുന്നത്. എങ്കിലും RBI അതിനകത്ത് ഒരു ഓവർസൈറ്റ് ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനും RBIയുടെ ഒരു ഓവർസൈറ്റ് ഉണ്ടെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. നിലവിൽ വാണിജ്യ ബാങ്കുകൾ, പൊതു സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ കമ്പനികൾ തുടങ്ങി ഒട്ടുമിക്ക സ്ഥാപനങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ആരംഭിക്കാൻ അനുമതിയുണ്ട്. ഈവൻ നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ എടുത്ത് നോക്കിയാലും അതിനകത്തും ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് കാണാം. SIPയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഇപ്പൊ നിലവിൽ ഇത്രയധികം വാണിജ്യ ബാങ്കുകൾക്കും പൊതു സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും അങ്ങനെയുള്ളവർക്കെല്ലാം ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ ആരംഭിക്കാനുള്ള അനുമതി ആര് കൊടുത്തിട്ടുണ്ട്? ഈ പറഞ്ഞ സെബി കൊടുത്തിട്ടുണ്ട്. അടുത്തത് 7ാമത്തെ പോയിന്റ് അല്ലെങ്കിൽ 7ാമത്തെ ടൂൾ എന്ന് പറയുന്നത് റിപ്പോ റിവേഴ്സ് റിപ്പോ ആണ്. നമ്മളിത് ഓൾറെഡി പഠിച്ച കാര്യമാണ്. എന്താണ് റിപ്പോ റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യയുടെ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് റിപ്പോ റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഷോർട്ട് ടൈം പീരീഡിലേക്കാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഷോർട്ട് ടൈം പീരീഡിലേക്ക് വരുന്നത്? ഇത് പ്രധാനമായിട്ടും ഓവർനൈറ്റ് ട്രാൻസാക്ഷൻസിനോ ചെറിയ ടൈം പീരീഡിലേക്ക് മാത്രമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ പുതിയൊരു ചെറിയൊരു ഡിഫറൻസ് വരുന്നത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പഠിക്കും. അപ്പോൾ റിപ്പോ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മാർക്കറ്റിലെ പണപ്പെരുപ്പം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ റിപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്? റീപർച്ചേസ് റേറ്റ് ആണ്. റീപർച്ചേസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ബാങ്കുകൾക്ക് RBI പണം കടം കൊടുക്കുകയും ചില സമയത്ത് ബാങ്കുകളുടെ കയ്യിൽ നിന്ന് RBI പണം വാങ്ങുകയും ചെയ്യും. ഇത് രണ്ടും മാർക്കറ്റിലുള്ള മണിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിൽ ഒരുപാട് പണം വന്നു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഉണ്ടാവും. ഇൻഫ്ലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പറ്റുക? എല്ലാ സാധനങ്ങളുടെയും വില ഒറ്റയടിക്ക് കൂടാൻ തുടങ്ങും. അപ്പോൾ ഇത്തരത്തിലൊരു സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നത്? നമ്മുടെ റിപ്പോ റിവേഴ്സ് റിപ്പോ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ അതിനും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വേറെ ടൂളുകളുണ്ട്. എങ്കിലും റിപ്പോ റിവേഴ്സ് റിപ്പോ പ്രൈമറി ആയിട്ട് നമ്മൾ ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സാമ്പത്തിക പരിഷ്കരണ കാലഘട്ടങ്ങളിലാണ് റിപ്പോ റിവേഴ്സ് റിപ്പോ എന്നീ രണ്ട് പണവിപണി ഉപകരണങ്ങൾ വികസിപ്പിച്ചത്. നമ്മുടെ LPG റിഫോംസ് ഒക്കെ നടപ്പിലാക്കിയതിനു ശേഷം ഭയങ്കര അധികം ട്രാൻസാക്ഷൻസ് കൂടി, കമ്പനികളൊക്കെ ഒരുപാട് വരാൻ തുടങ്ങി, ആളുകളുടെ കയ്യിൽ പണം ഒരുപാട് കുമിഞ്ഞു കൂടാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സാമ്പത്തിക അസമത്വം ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ടാണ് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ആളുകളുടെ ഇടയ്ക്ക് ഒരുപാട് പണം വന്നപ്പോൾ ഈ പണം എക്സസ് ആയിട്ട് പണപ്പെരുപ്പം ഉണ്ടാകുന്ന സിറ്റുവേഷൻ വന്നപ്പോൾ RBIക്ക് പുതിയ പുതിയ ടൂളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നു ഈ പണത്തിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ പണത്തിന്റെ വാല്യൂ, നമ്മുടെ റുപ്പിയുടെ വാല്യൂ ഒക്കെ വളരെയധികം കുറയുന്ന സമയത്ത്, അപ്പോൾ റുപ്പിക്കൊന്നും വാല്യൂ ഇല്ലാതെ പോകുന്ന സമയമുണ്ട് വേറെ ഡോളറിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്. അപ്പോൾ ഭയങ്കരമായിട്ട് പണപ്പെരുപ്പം വരുന്ന സമയത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് ടൂളുകൾ കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് ആദ്യമായിട്ട് RBI റിപ്പോ റിവേഴ്സ് റിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും ചലനാത്മകമായ ഉപകരണങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്ന ഇവ ഹ്രസ്വകാല ഫണ്ട് സമാഹരണത്തിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മാർഗങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് തന്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? റീപർച്ചേസ് റേറ്റ് എന്ന് പറഞ്ഞതിന്റെ ചുരുക്കരൂപമാണ് റിപ്പോ. 4 വർഷത്തെ ഇടവേളകളാണ് ഇത് രണ്ടും അവതരിപ്പിച്ചത്. 1998 ഡിസംബറിൽ റിപ്പോയും 1996 നവംബറിൽ റിവേഴ്സ് റിപ്പോയും അവതരിപ്പിച്ചു. 92 ആദ്യം റിപ്പോ കൊണ്ടുവന്നു. പിന്നീട് റിപ്പോ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ബാങ്കുകൾ ഇപ്പൊ പണം നമ്മൾ പറഞ്ഞു RBI ആൾക്ക് കൊടുക്കുന്നു, ബാങ്കുകൾക്കും കൊടുക്കുന്നു, ബാങ്കുകൾ RBIക്കും കൊടുക്കുന്നു. അപ്പൊ ഇത് രണ്ടുമാണ് റിപ്പോ റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ. അപ്പൊ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ബാങ്കുകൾ RBIയിൽ നിന്ന് പണം കടം വാങ്ങും. അപ്പൊ ഇത്തരത്തിൽ വാങ്ങുന്ന സമയത്തിന് RBI ഒരു റേറ്റ് ഈടാക്കും, ഒരു പലിശ ഈടാക്കും. ഈ പലിശയാണ് നമ്മൾ സിംപിൾ റിപ്പോ എന്ന് പറയുന്നത്. അതൊരു എഗ്രിമെന്റ് പോലെയാണ്. അതായത് റീപർച്ചേസ് ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ റീപർച്ചേസ് ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന് റിപ്പോ റേറ്റ് എന്ന് പറയുന്നു. ഇനി അതല്ല, റീപർച്ചേസ് റേറ്റിന് പകരം റിവേഴ്സ് റീപർച്ചേസ് റേറ്റ് ആണെങ്കിലോ മാർക്കറ്റിൽ ഒരുപാട് പൈസ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു റിപ്പോ എന്ന് പറയുന്നത് ആർക്ക് കൊടുക്കുന്നതാണ്? ബാങ്കുകൾക്ക് കൊടുക്കുന്നതാണ്. ഇതിന് റേറ്റ് കൂട്ടി കഴിഞ്ഞാൽ ബാങ്കുകൾ ഇത് വാങ്ങുന്നത് കുറയ്ക്കും. അപ്പോൾ 10% ഇൻട്രസ്റ്റ് റേറ്റ് ആയിരുന്നെങ്കിൽ ബാങ്കുകൾ വാങ്ങിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു RBI പറയാണ് ഇനി മുതൽ ബാങ്കുകൾക്ക് പണം തരണമെങ്കിൽ റിപ്പോ റേറ്റ് 15%. 15% ഇൻട്രസ്റ്റ് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് പൈസ വരുള്ളൂ. അപ്പോൾ കുറെ ബാങ്കുകൾ ഇത് വാങ്ങുന്നത് കുറയ്ക്കും. അത്യാവശ്യമുള്ള കുറച്ച് ബാങ്കുകൾ മാത്രമേ വാങ്ങുള്ളൂ. അപ്പോൾ ബാങ്കുകളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇവർക്ക് ലോൺ കൊടുക്കാൻ കാശുണ്ടാവില്ല. അപ്പോൾ മാർക്കറ്റിലേക്ക് പോകുന്ന പൈസ എന്ത് ചെയ്യും? കുറയും. അങ്ങനെയാണ് റിപ്പോ വർക്ക് ചെയ്യുന്നത്. റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാലും എന്താണ്? ഇതുപോലെ തന്നെ ഒരു ടൂളായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന റേറ്റുകളിൽ, അതായത് റീപർച്ചേസ് റേറ്റ്, റിവേഴ്സ് റീപർച്ചേസ് റേറ്റ് എന്ന് പറയുമ്പോൾ ബാങ്കുകൾ RBIയിലേക്ക് പണം കൊടുക്കുന്നത്. അത് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് മാത്രം ആവണമെന്നില്ല. പകരം എന്ത് ചെയ്യും? പെട്ടെന്ന് റീപർച്ചേസ് റേറ്റ് അല്ലെങ്കിൽ റിവേഴ്സ് റീപർച്ചേസ് റേറ്റ് കൂട്ടിന്ന് വിചാരിക്കുക. അപ്പോൾ റിവേഴ്സ് റിപ്പോ കൂട്ടിന്ന് വിചാരിക്കുക. അപ്പോൾ ബാങ്കുകൾക്ക് ഒരു ടെൻഡൻസി ഓൾറെഡി ഉണ്ട്. ഈ പറയുന്ന പണം മുഴുവൻ RBIയിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്താൽ കൂടുതൽ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന കൂടുതൽ പൈസ ആരിലേക്ക് കൊണ്ടുവരും? ഈ പറയുന്ന ബാങ്കുകൾ കൊണ്ടുവരാൻ നോക്കും. അപ്പൊ ഇവരുടെ കയ്യിൽ എക്സസ് ആയിട്ടിരിക്കുന്ന പണം മുഴുവൻ കൊണ്ട് RBIയിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ അപ്പോഴും എന്ത് ചെയ്യുന്നില്ല? ഇവർക്ക് കൂടുതൽ പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ ഈ പൈസകളൊന്നും ആർക്ക് കിട്ടുന്നില്ല? നാട്ടിലെ ആളുകൾക്ക് കിട്ടുന്നില്ല. ഇവരിലേക്ക് പോകുന്ന പണത്തിന് എമൗണ്ട് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടുന്ന സമയത്തും ആളുകളിലേക്ക് പണം എത്താതെ പണപ്പെരുപ്പം കുറയ്ക്കാൻ പറ്റും. ഈ രണ്ട് ടൂളുകളും രണ്ട് ടൈം പീരീഡിൽ റിപ്പോ പറ്റാതായപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? റിവേഴ്സ് റിപ്പോ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ റിപ്പോയും റിവേഴ്സ് റിപ്പോയും 1992 1996 റെസ്പെക്റ്റീവ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഇതിനൊരു വ്യത്യാസമുള്ളത് പുതിയതായിട്ട് വന്നതെന്ന് പറയുന്നത് ഊർജിത് പട്ടേൽ കമ്മിറ്റിയുടെ, നമ്മുടെ RBI ഗവർണർ ആയിരുന്ന ആളായിരുന്നു ഊർജിത് പട്ടേൽ. ഊർജിത് പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശകൾ അംഗീകരിച്ചുകൊണ്ട് 2014 ഏപ്രിൽ RBI ടേം റിവേഴ്സ് റിപ്പോ എന്നീ റേറ്റുകൾ പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ RBI സാധാരണ ഓവർനൈറ്റ് പർച്ചേസ് ആയിരിക്കും, ടൈം പീരീഡ് ഫിക്സഡ് ആയിട്ടായിരിക്കില്ല, ഒരു ഓവർനൈറ്റ് പർച്ചേസ് ആയിരിക്കും.
ടേം റിപ്പോ ടേം റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഡേറ്റ് ആയിരിക്കും. ഈ 7 ദിവസത്തെ ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഡേറ്റിലേക്ക് മാത്രമായിരിക്കും ട്രാൻസാക്ഷൻസ് നടക്കുക. അപ്പൊ ഇത്ര ദിവസത്തേക്ക് പണം കടം വേണം, അതിനൊരു ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുന്നുള്ള രീതിയിലായിരിക്കും ഇത് കൊടുക്കുന്നത്. അപ്പൊ അതാണ് ടേം റിപ്പോ ടേം റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സമ്പദ് വ്യവസ്ഥയിലെ വിവിധ വായ്പാ വിപണികളിൽ പലിശ നിരക്കുകളിൽ ഉയർന്ന സ്ഥിരതയും വ്യക്തമായ സൂചനകൾ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഫിക്സഡ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് RBI കൊണ്ടുവരുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു ടൈം പീരീഡിൽ മണി എക്സസ് ആയിട്ട് ഫ്ലോ ചെയ്യാണ്. നമ്മൾ ഒരുപാട് ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ റിക്വയർമെന്റ്സിന്റെ കാര്യം പറഞ്ഞു, CRR കൂട്ടുക, SLR കൂട്ടുക, റിപ്പോ കൂട്ടുക, അല്ലെങ്കിൽ റിവേഴ്സ് റിപ്പോ കൂട്ടുക, ഇതുപോലെ ഒരുപാട് ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ടൂളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് RBI കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾക്കും ഫർണിഷ് ചെയ്ത് കൊണ്ടുവന്നോണ്ടിരിക്കുക. കാരണം ഈ മണി എക്സസ് ആയിട്ട് പോകുന്നതിനെ ഒരു വിധത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാതാവുമ്പോൾ, ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ റിപ്പോയ്ക്കും റിവേഴ്സ് റിപ്പോയ്ക്കും കൊളാറ്ററൽസ് ഉണ്ട്. കൊളാറ്ററൽസ് തീരുന്നവരെ മാത്രമേ ഇത് രണ്ടും ഉപയോഗിക്കാൻ പറ്റൂ. കൊളാറ്ററൽസ് തീർന്ന റിപ്പോ റിവേഴ്സ് റിപ്പോ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പകരം പുതിയ മെത്തേഡ്സ് ഇൻട്രോഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുതിയതായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊളാറ്ററൽസ് ഇല്ലാതെ പൈസ കടം കൊടുക്കുക അല്ലെങ്കിൽ പൈസ കൊടുക്കുക എന്നുള്ള ഒരു ഫാക്ടർ ഓപ്ഷനായിട്ട് RBI പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പണം എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിലും പണത്തിന്റെ വാല്യൂ, പണപ്പെരുപ്പം കൂടുന്ന സമയങ്ങളിലൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ടൂളുകൾ ഇങ്ങനെ ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടും പരിഷ്കരിച്ചുകൊണ്ടും ഇരിക്കപ്പെടുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിലൊന്നാണ് ഈ 2014 വന്ന ടേം റിപ്പോ ടേം റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്ന കാര്യം. ഇനി അടുത്താണ് ക്യാഷ് മാനേജ്മെന്റ് ബിൽ എന്ന് പറയുന്നത്, CMB. 8ാമത്തെ പോയിന്റ് ആണ്, അല്ലെങ്കിൽ 8ാമത്തെ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ് ആണ് ക്യാഷ് മാനേജ്മെന്റ് ബിൽ എന്ന് പറയുന്നത്. സർക്കാരിന്റെ താൽക്കാലിക പണമൊഴുക്ക് പൊരുത്തക്കേടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് RBI കൂടിയാലോചിച്ച് ഇന്ത്യ ഗവൺമെന്റ് 2010 കൊണ്ടുവന്നാണ് ക്യാഷ് മാനേജ്മെന്റ് ബില്ലുകൾ എന്ന് പറയുന്നത്. ഇതൊരു ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. എന്തിനാണ്? പെട്ടെന്ന് ഗവൺമെന്റിന് ഫണ്ട് ഇല്ലാതെ വരുന്ന സമയങ്ങളിൽ ഈ പറയുന്ന ഫണ്ട് ഷോർട്ടേജ് പരിഹരിക്കാൻ വേണ്ടി ഇൻട്രോഡ്യൂസ് ചെയ്താണ് 2010 ക്യാഷ് മാനേജ്മെന്റ് ബിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് RBI കൂടി ആലോചിച്ചാണ് കൊണ്ടുവരുന്നത്. ആര്? ഇന്ത്യ ഗവൺമെന്റ് 2010 കൊണ്ടുവരുന്നത്. പെട്ടെന്നുണ്ടാകുന്ന ഫണ്ട് ഷോർട്ടേജുകൾ പരിഹരിക്കുക എന്നതായിരുന്നു എന്തിന്റെ ഉദ്ദേശം? ക്യാഷ് മാനേജ്മെന്റ് ബില്ലുകളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് സംവാട്ട് സിമിലർ ടു എന്തിനോട് സിമിലാരിറ്റി പുലർത്തുന്നു? ട്രഷറി ബില്ലുകളോട് സിമിലാരിറ്റി പുലർത്തുന്നു. 91 ദിവസത്തിൽ താഴെ ആയിരിക്കും ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത്. മാത്രമല്ല പ്രധാനമായിട്ടുള്ള ഒരു ഫാക്ടർ അല്ലെങ്കിൽ കോമൺ ഫാക്ടർ ടു എന്ത് ട്രഷറി ബില്ല് എന്ന് പറയുന്നത് മുഖവിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ പുറപ്പെടുവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? മുഖവിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ പുറപ്പെടുവിക്കുന്നു എന്ന് പറഞ്ഞാൽ സിംപ്ലി ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു 100 രൂപ ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇത് ഇൻട്രസ്റ്റ് റേറ്റ് അല്ല വാങ്ങുന്നത്. നമ്മൾ ട്രഷറി ബില്ല് പറഞ്ഞതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് വാങ്ങുന്നില്ല. പകരം ഇഷ്യൂ ചെയ്യുമ്പോഴേക്കും തന്നെ എന്ത് ചെയ്യുന്നു? കുറഞ്ഞ വിലയ്ക്ക് ഡിസ്കൗണ്ടഡ് റേറ്റിലായിരിക്കും ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പൊ 100 രൂപയാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ 96 രൂപയെ കൊടുക്കുന്നുള്ളൂ. പക്ഷെ അത് തിരിച്ചു കൊടുക്കേണ്ട സമയമാകുമ്പോൾ 100 രൂപ കൊടുക്കുകയും വേണം. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം. ഫേസ് വാല്യൂ മാറ്റി വെച്ച് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതാണ്. അല്ലെങ്കിൽ ട്രഷറി ബില്ലിന്റെ സ്വഭാവത്തോട് കൂടി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പൊ ഡിസ്കൗണ്ടഡ് റേറ്റിൽ കൊടുക്കും. സാധാരണ 100 രൂപയ്ക്ക് വാങ്ങിയിട്ട് ഇൻട്രസ്റ്റ് കൂടെ ചേർത്ത് 3 രൂപ കൊടുക്കുക എന്നല്ലേ പറയാം. എന്നാൽ അതല്ല, 100 രൂപ ഇഷ്യൂ ചെയ്ത ഡിസ്കൗണ്ട് റേറ്റ്, അതായത് എത്ര ഇൻട്രസ്റ്റ് വരുന്നുണ്ടോ എന്നുള്ള റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് റേറ്റ് പറയുന്ന ഇൻട്രസ്റ്റ് വാങ്ങുന്നതിന് പകരം ആ ഫേസ് വാല്യൂനും താഴെയുള്ള എമൗണ്ട് വാങ്ങും. 96 രൂപ മാത്രം ഞാൻ കൊടുത്താൽ മതി, തിരിച്ചിങ്ങോട്ട് 100 രൂപ കിട്ടുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ട്രഷറി ബില്ലുകൾക്കും ക്യാഷ് മാനേജ്മെന്റ് ബില്ലുകൾക്കും ഈ ഒരു രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇവ വിപണിയിൽ വ്യാപാരം ചെയ്യാവുന്നതാണ്. നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾറെഡി പറഞ്ഞൊരു സംഭവമാണ്. ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പൊ ട്രേഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ഈ ക്യാഷ് മാനേജ്മെന്റിലുണ്ടെങ്കിൽ ഞാനിത് വാങ്ങിച്ചാൽ എനിക്ക് വേറെ ആൾക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റും, ഇത് കൊടുക്കാൻ പറ്റും. ഓക്കെ. കൂടാതെ ഇവരെ നിക്ഷേപം ബാങ്കുകൾ, ഇത് ബാങ്കുകളാണ് വാങ്ങുന്നതെങ്കിൽ ഇവർക്ക് ഇത് എന്തിന്റെ കൂടെ പെടുത്താൻ പറ്റും? ഇപ്പൊ ഗവൺമെന്റിന് ഇത് വാങ്ങിയിട്ട് ഇത് ഞങ്ങളുടെ SLR ആയിട്ട് കൂട്ടുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ SLR വാല്യൂ ഇത് പെടുത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ ഓരോ ബാങ്കുകൾക്കും ഒരു പർട്ടിക്കുലർ SLR വാല്യൂ അവരുടെ കയ്യിൽ വെക്കണം. RBI കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നത് CRR ആണ്. SLR എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ വെക്കുകയാണ്. അതായത് ഇത്ര എമൗണ്ട് മാറ്റി വെക്കണം എന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. SLR വാല്യൂ എന്ന് പറഞ്ഞ രീതിയിൽ കുറച്ച് സാധനങ്ങൾ അസറ്റുകളായിട്ടോ പണമായിട്ടോ ഒക്കെ മാറ്റി വെക്കണം. അപ്പൊ സ്വന്തം കയ്യിൽ വെച്ചിരുന്നാൽ മതി. അപ്പൊ ഈ SLRൽ പെടുത്താൻ പറ്റിയ ഒരു സാധനമായിട്ട് വേണമെങ്കിൽ ക്യാഷ് മാനേജ്മെന്റിൽ ഉപയോഗിക്കാം. ഇപ്പൊ ഗവൺമെന്റ് നിന്ന് ക്യാഷ് മാനേജ്മെന്റ് ബില്ല് വാങ്ങിച്ചതിന് ശേഷം ഇതിന്റെ SLR പെടുന്നു എന്ന് പറഞ്ഞാൽ അതവിടെ ഓക്കെയാണ്, പെടുത്താം, കുഴപ്പമില്ല. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് സർക്കാർ സെക്യൂരിറ്റി നിക്ഷേപമായിട്ട് ഇവർക്ക് കണക്കാക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ പ്രത്യേകത, നമ്മൾ പറഞ്ഞ ക്യാഷ് മാനേജ്മെന്റ് ബില്ലുകളുടെ പ്രത്യേകത. അപ്പൊ പെട്ടെന്നുള്ള ഫണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ആണ് ഇത് ഇഷ്യൂ ചെയ്യുന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടുള്ള 8 ഇൻസ്ട്രുമെന്റുകളെ പറ്റി പഠിച്ചു. എവിടത്തെ ഷോർട്ട് ടൈം ആയിട്ടുള്ള മണി മാർക്കറ്റിലെ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ താഴെ ടൈം പീരീഡിലേക്ക് നടക്കുന്ന വളരെ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ഈ മണി മാർക്കറ്റിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിന് പ്രധാനപ്പെട്ട 8 ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതിൽ ഓരോന്നിന്റെ പേരും ഇതെങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പ്രധാനമായിട്ടും ഇതിന്റെ പേരുകളോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസാക്ഷൻ രീതികളോ ഒക്കെ ആയിരിക്കും ചോദ്യങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത. അപ്പൊ മണി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊരു കോൺസെപ്റ്റ് വൈസ് ഓൾറെഡി മനസ്സിലായി. മണി മാർക്കറ്റ് എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട പല ഇൻസ്ട്രുമെന്റുകളായിരുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ക്യാഷ് മാനേജ്മെന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. റിപ്പോ, റിവേഴ്സ് റിപ്പോ പോലത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇതൊന്നും കൂടാതെ മണി മാർക്കറ്റിൽ തന്നെ കോൾ മണി മാർക്കറ്റ് ഉണ്ട്, ബാങ്കുകൾ തമ്മിൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള എന്റിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. COD കാര്യം പറഞ്ഞു.
അപ്പോൾ ഓരോരോ ബാങ്കുകളോ എൻറ്റിറ്റീസോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളോ പ്രൈവറ്റ് കമ്പനികളോ കോർപ്പറേറ്റുകളോ ഗവൺമെന്റുകളോ ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന പല പല തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് മണി മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഒന്ന് വായിച്ച് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ആരെ ഇഷ്യൂ ചെയ്യുന്നുള്ള കാര്യങ്ങളും പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് വേറൊരു 2-3 എൻറ്റിറ്റീസിനെ പറ്റി കൂടി പഠിക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് DFHI അഥവാ ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് കൊണ്ടുവന്നതെന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ DFHI എന്ന് പറയുന്നത് 1988 ഏപ്രിലിൽ RBIയും പൊതുമേഖലാ ബാങ്കുകളും ധനകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളും എന്നിവയൊക്കെ ചേർന്നുകൊണ്ട് സംയുക്തമായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ 1988 ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ വന്നത് ഏപ്രിലായിരുന്നു. അപ്പോൾ ആരൊക്കെ കൂടിച്ചേർന്നാണ് അന്ന് RBIയും പൊതുമേഖലാ ബാങ്കുകളും ധനകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളും അതായത് LIC, GIC, UTA പോലുള്ള കമ്പനികളും ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. താഴെ പറയുന്ന 2 പ്രധാന ആവശ്യങ്ങളുടെ ഫലമായിട്ടാണ് ഇത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇതിന്റെ രൂപീകരണം നടക്കുന്നത്. ഇന്ത്യൻ ബാങ്കിംഗ് വ്യവസ്ഥയുടെ ദ്രവ്യതയിൽ സന്തുലിതാവസ്ഥ ഉറപ്പാക്കുക, ആവശ്യത്തിന് ലിക്വിഡിറ്റി ഇന്ത്യൻ മാർക്കറ്റിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക, സമ്പദ് വ്യവസ്ഥയിലുള്ള പണവിപണി ഉപകരണങ്ങൾക്ക് അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിന് ദ്രവ്യത അഥവാ പണലഭ്യത പ്രദാനം ചെയ്യുക. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരു സാധനമുണ്ട്, ലിക്വിഡിറ്റി. നമുക്ക് ആവശ്യത്തിന് പണം എപ്പോഴും വേണം, പെട്ടെന്ന് ലിക്വിഡായിട്ട് മാറ്റാൻ പറ്റുന്ന പണം എപ്പോഴും നമ്മുടെ കയ്യിൽ ട്രാൻസാക്ഷൻസിന് വേണം എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇത് ഈ പറഞ്ഞ എൻറ്റിറ്റീസിന്റെ കയ്യിലെല്ലാം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അപ്പോൾ ഇന്ത്യൻ ബാങ്കിംഗ് വ്യവസ്ഥയിൽ ഇത് ആവശ്യത്തിന് പണമുണ്ട്. കൂടാതെ ഈ പറഞ്ഞ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകൾക്ക് ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസിനൊക്കെ ഉപയോഗിക്കുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിന് ലിക്വിഡിറ്റി ഉണ്ട്, ഇത് കൊടുത്താൽ അപ്പോൾ പണം കിട്ടും എന്നുള്ള കാര്യങ്ങളും കൂടി ഉറപ്പുവരുത്തുക. ഇത് രണ്ടും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒരേ സമയം പണം കടം വാങ്ങുന്നവരായിട്ടും അല്ലെങ്കിൽ ബോറോവറായിട്ടും നൽകുന്നവരായിട്ടും അല്ലെങ്കിൽ ലെൻഡറായിട്ടും പ്രവർത്തിക്കുന്നതിലൂടെ രാജ്യത്തെ ധനകാര്യ വിപണിയിൽ ആവശ്യമായ പണലഭ്യതയും സ്ഥിരതയും ഉറപ്പാക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ ഒരേ സമയം പണം വാങ്ങുന്നവരായിട്ടും കൊടുക്കുന്നവരായിട്ടും പ്രവർത്തിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രാജ്യത്തെ ധനകാര്യ വിപണിയിൽ ആവശ്യമായിട്ട് പണം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ച ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ലിക്വിഡിറ്റി ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ ഒരു COD ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ഉണ്ട്, ഇത് കൊടുക്കുമ്പോൾ പണം കിട്ടുമെന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ട് എന്നുള്ള കാര്യം വേണം. ട്രഷറി ബില്ലിനെ പറ്റി നമ്മൾ പഠിച്ചു, ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പണം കിട്ടണം അവിടെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സിനെല്ലാം കൊടുക്കുമ്പോൾ പണം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു ഏജൻസിയാണ് നമ്മൾ ഈ പറഞ്ഞ DFHI എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതാണ് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റി പ്രധാനമായിട്ട് പഠിച്ചു. മണി മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ്, ഹൗസസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, ട്രാൻസാക്ഷൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് 1 ഇയർ ടൈമിൽ താഴെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇനി 1 ഇയറിന് മുകളിലുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റിനെ പറ്റി പഠിക്കാം. വേറെ ഒന്നുമല്ല, ക്യാപിറ്റൽ മാർക്കറ്റ് അഥവാ മൂലധന വിപണി. ഉടമസ്ഥതാ മൂലധനവും വായ്പാ മൂലധനവും ഉൾപ്പെടെ ദീർഘകാല ധനസമാഹരണത്തിനും നിക്ഷേപത്തിനും സഹായിക്കുന്ന സൗകര്യങ്ങളും സ്ഥാപന സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് മൂലധന വിപണി. വേറെ ഒന്നുമല്ല, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോങ് ടൈമിലേക്ക് നമ്മൾ കൊണ്ടുവയ്ക്കുന്ന സാധനമാണ്. നമ്മളിപ്പോൾ ഒരു മെഷീനറി നന്നാക്കുകയാണെങ്കിൽ ലോങ് ടൈം പീരീഡിലേക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളും ലോങ് ടൈമിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന എന്താ പറയുക അഡ്വാൻസ് ആയിട്ടുള്ള ക്യാപിറ്റലും ഒക്കെ നമുക്ക് എന്തിലും ഉൾപ്പെടുത്താൻ പറ്റും, ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും. 1 ഇയറിന് മുകളിലേക്കായിരിക്കും നമ്മൾ എടുത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഉദ്ദേശിക്കുന്നത്. ലോങ് ടൈമിലേക്ക് നമുക്ക് ഈ പണം വേണം അല്ലെങ്കിൽ ഇതിനൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുന്നുള്ള ഓപ്ഷൻസിലേക്കാണ് മൂലധന വിപണി അഥവാ ക്യാപിറ്റൽ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ സമൂഹത്തിന്റെ സമ്പാദ്യം അഥവാ സേവിങ്സ്, വ്യാവസായിക വാണിജ്യ സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാകുന്ന മാർഗങ്ങളുടെ ശ്രേണികൾ എന്നിവ ഉൾക്കൊള്ളുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഇൻവെസ്റ്റ്മെന്റുകളും കൂടാതെ വാണിജ്യ സ്ഥാപനങ്ങൾ, നമ്മുടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കമ്പനികളോ പൊതുജനങ്ങൾക്കും ലഭ്യമാകുന്ന മാർഗങ്ങളുടെ ശ്രേണികളൊക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നു. ഇതിനകത്തുള്ള വാക്കുകളൊന്നും കേട്ട് കോംപ്ലക്സ് ആവേണ്ട. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ള ഒരു പ്രൈമറി ഫാക്ടർ, എന്തെങ്കിലും പ്രൈമറി ആയിട്ടുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. വികസന ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് മൂലധന വിപണി. അപ്പൊ ഈ ക്യാപിറ്റൽ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് വികസന ബാങ്കുകൾ അഥവാ ഡെവലപ്മെന്റ് ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകൾ അഥവാ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുകൾ എന്നൊക്കെ പറയുന്നത് എന്താണ്, പ്രധാനമായിട്ട് ഇതിൽ ഈ പറയുന്ന ഓരോ മേഖലകളാണ്. എന്തില്, ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് വികസന ബാങ്കുകളും വാണിജ്യ ബാങ്കുകളും അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും ഒക്കെയാണ്. മൂലധന വിപണിയെ 2 ആയിട്ട് തരംതിരിക്കാൻ സാധിക്കും, പ്രാഥമിക വിപണിയും ദ്വിതീയ വിപണിയും. ഓക്കെ, പ്രാഥമിക വിപണിയും ദ്വിതീയ വിപണിയും, ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇനി പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ക്യാപിറ്റൽ മാർക്കറ്റിനെ 2 ആയിട്ട് തിരിക്കാം, പ്രാഥമികവും ദ്വിതീയവും. അപ്പോൾ പ്രാഥമിക വിപണി എന്ന് പറഞ്ഞാൽ എന്താണ്, നിക്ഷേപകന് കമ്പനികൾ നേരിട്ട് ഓഹരികൾ ലഭ്യമാക്കുന്ന വിപണിയാണ് പ്രാഥമിക വിപണി. എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി തുടങ്ങുകയാണ്, ഒരു കമ്പനി തുടങ്ങി സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ആ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, കമ്പനികൾ നേരിട്ട് അവരുടെ ഷെയറുകൾ വിൽക്കാം. അപ്പോൾ അവർക്ക് അവരുടെ ഓഹരി വിൽക്കണം തോന്നുകയാണ്, അപ്പോൾ അവർക്ക് നേരിട്ട് കൊണ്ടുവന്ന ഒരു ഓഹരി വിൽക്കാം. ഓക്കെ, അങ്ങനെ വിൽക്കുന്നതിനാണ് നമ്മൾ പ്രാഥമിക വിപണിയിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൈമറിലി അവരുടെ കമ്പനികളുടെ ഷെയർ നേരിട്ട് വിൽക്കാം. ഇനി വിറ്റ ഷെയറുകൾ വാങ്ങിയിട്ട് ആളുകൾക്ക് വീണ്ടും അത് മറച്ചു വിൽക്കാം. ഓക്കെ, അതെവിടെ ആയിരിക്കും നടക്കുക,
അത് സെക്കൻഡറി മാർക്കറ്റിലായിരിക്കും നടക്കുക. അപ്പോൾ പ്രൈമറി ആയിട്ട് നടക്കുന്ന സെല്ലിംഗ്, ഈ ഷെയറുകളുടെ സെല്ലിംഗ് എന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റിൽ വരും. വൺസ് സെല് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് മാറ്റി വിൽക്കുകയോ പറഞ്ഞ ഷെയറുകൾ വീണ്ടും എന്ത് ചെയ്യുന്നു, പിന്നെ ഒരു മാർക്കറ്റിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സെല്ലിങ്ങും ബൈയിങ്ങും മാത്രമേ നടക്കുക. അതാണ് എവിടെ വരിക, സെക്കൻഡറി മാർക്കറ്റിൽ പ്രധാനമായിട്ടും വരിക. ഓക്കെ, അപ്പൊ നിക്ഷേപകന് കമ്പനികൾ നേരിട്ട് ഓഫറുകൾ കൊടുക്കുന്നതാണ് നമ്മൾ പ്രാഥമിക വിപണി എന്ന് പറഞ്ഞത്. പ്രാഥമിക വിപണിയെ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നും പറയാറുണ്ട്. ആദ്യമായി വിതരണം ചെയ്യുന്ന സെക്യൂരിറ്റികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് പ്രാഥമിക വിപണി. അപ്പൊ ആദ്യമായിട്ട് സെക്യൂരിറ്റി കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഓഹരി കൊടുക്കുകയാണ്, അങ്ങനെ ചെയ്യുന്ന വിപണിയെ നമ്മൾ എന്ത് പറയുന്നു, പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നു. സമ്പാദകരിൽ നിന്നും പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നതോ നിലവിലുള്ള സ്ഥാപനം വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതോ ആയ സംരംഭകരിലേക്ക് നിക്ഷേപ സാധ്യതയുള്ള ധനം ആദ്യമായി ഓഹരികളായി വിതരണം ചെയ്യുന്നതിലൂടെ കൈമാറ്റം ചെയ്യാൻ സഹായിക്കുക എന്നതാണ് പ്രാഥമിക വിപണിയുടെ പ്രധാനപ്പെട്ട ധർമ്മം. അപ്പൊ എന്തിനാണ് ഈ പ്രൈമറി മാർക്കറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്? സമ്പാദകരിൽ നിന്ന് പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ നിലവിൽ സ്ഥാപനം വികസിപ്പിക്കാൻ, അപ്പൊ പുതിയൊരു സ്ഥാപനം തുടങ്ങുകയോ ഉള്ള സ്ഥാപനം വികസിപ്പിക്കുകയോ ചെയ്യുന്നവരോ അങ്ങനെ ആയിട്ടുള്ള സംരംഭകർക്ക് നിക്ഷേപ സാധ്യതയുള്ള ധനം ആദ്യമായി ഓഹരികളായിട്ട് വിതരണം ചെയ്യുന്നതിലൂടെ കൈമാറ്റം ചെയ്യാൻ സഹായിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഒരു കമ്പനി തുടങ്ങുകയാണ്, ഈ കമ്പനിക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ഫണ്ട് വേണം. ഓക്കെ, അപ്പൊ ഇതിനൊരു ചെറിയൊരു ഷെയർ, ഇപ്പം 51% എന്നുള്ള റൂൾ നമുക്കറിയാം. 51% ഷെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ, കമ്പനിയുടെ ഓണർഷിപ്പ് കിട്ടൂ. ഇത് കൈവശം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫണ്ട് ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഷെയർ വെക്കാം. നമ്മുടെ കമ്പനി വളരെയധികം ഹൈപ്പുള്ള കമ്പനിയാണ്, മാർക്കറ്റിൽ വളരെയധികം പ്രസിദ്ധമുള്ള കമ്പനിയാണെങ്കിൽ നമ്മുടെ ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് തന്നെ വളരെയധികം രൂപ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യും, നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യാം, സെക്കൻഡറി മാർക്കറ്റിലും പ്രൈമറി മാർക്കറ്റിലും ഒക്കെ പറ്റും. അപ്പൊ ഈ പ്രൈമറി മാർക്കറ്റിൽ തന്നെ നമ്മുടെ ഷെയറുകൾ നേരിട്ട് വിൽക്കുകയാണ്. അപ്പൊ കമ്പനിയുടെ മൂല്യത്തിനനുസരിച്ചുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഈ കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാവും, നമുക്ക് കമ്പനിക്ക് ഒരുപാട് എക്സ്പാൻഷൻ ചെയ്യുകയോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ഫണ്ട് ആവശ്യങ്ങൾ വരുമ്പോഴാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന പ്രൈമറി മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ഷെയർ വിൽക്കുന്നത് പ്രൈമറി മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പണം ഒരുപാട് യൂട്ടിലൈസ് ചെയ്യുന്നു. ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ, മ്യൂച്വൽ ഫണ്ടുകൾ, സ്വകാര്യ വ്യക്തികൾ എന്നിവരാണ് പ്രധാനമായിട്ടും നിക്ഷേപിക്കുന്നത്. അപ്പൊ ബാങ്കുകളാവാം, ധനകാര്യ സ്ഥാപനങ്ങളാവാം, ഇൻഷുറൻസ് കമ്പനികളാവാം, മ്യൂച്വൽ ഫണ്ടുകളാവാം, സ്വകാര്യ വ്യക്തികളാവാം, ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വന്ന ഈ സാധനങ്ങൾ ഷെയറുകൾ വാങ്ങാൻ പറ്റും. അപ്പൊ ഈ കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് അതിനൊരു പ്രോഫിറ്റ് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരുപാട് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ചുറ്റും തന്നെ ഇപ്പൊ നിങ്ങളുടെ അടക്കം ഒരുപാട് ആളുകൾ ഉണ്ടാവും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു വെച്ചിട്ടുള്ളവർ. ഇപ്പൊ ജിയോയുടെ സ്റ്റോക്ക് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ റിലയൻസിന്റെ സ്റ്റോക്കുകൾ നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഈ പോട്ടെ ടാറ്റയുടെ ഷെയറുകൾ നമുക്ക് വാങ്ങിക്കാം. പ്രോഫിറ്റബിൾ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ വളരെയധികം നിലവിൽ നമ്മൾ ചെറിയ കമ്പനി ആയിട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്, നാളെ വളരെയധികം വലിയ നിലയിലോട്ട് പോകുന്നതൊക്കെ നമുക്ക് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് കോടികൾ അതുവഴി ഉണ്ടാക്കാൻ പറ്റും. ഓൾറെഡി ഹൈപ്പിലിരിക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ കിട്ടുന്ന പ്രോഫിറ്റിന്റെ എമൗണ്ട് ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷേ മാർക്കറ്റിൽ അവർ കണ്ടിന്യൂസ് പ്രസൻസ് ആയിരിക്കും, നമുക്ക് നഷ്ടം വരാതെ നോക്കാനൊക്കെ പറ്റും. അപ്പൊ അത്തരത്തിൽ പറഞ്ഞ ട്രേഡ് മാർക്കറ്റുകളിൽ ഷെയർ മാർക്കറ്റുകളിൽ ഒരുപാട് പഠിച്ച് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ ഇടയ്ക്ക് ഒരുപാടുണ്ട്. നമുക്കൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ഇൻകം കണ്ടെത്താൻ പറ്റുന്ന ഒരു വഴി തന്നെയാണ് ഇത് ഈ പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമുക്കും ഇതുപോലുള്ള ബാക്കി കമ്പനികൾക്കും ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇവർക്ക് എല്ലാവർക്കും കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ആദ്യം പ്രൈമറി മാർക്കറ്റ്. നമ്മൾ പറഞ്ഞ സെക്കൻഡറി മാർക്കറ്റിനെ പറ്റിയിട്ടാണ്. പ്രൈമറി മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിധത്തിലുള്ള ഷെയറുകൾ വാങ്ങാനായിട്ട് സാധിക്കും. ഇത് വിവരണ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത് പ്രാഥമിക വിപണിയിൽ പുതുതായി ഓഹരികൾ ഇറക്കുന്നതിന്, അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ മറ്റേത് സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെയാണ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അപ്പൊ പ്രൈമറിലി ഈ കമ്പനി ഉണ്ടെന്ന് ഇവരുടെ ഷെയറുകൾ വിൽക്കണം തീരുമാനിക്കുമ്പോൾ ഇത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പ്രോസ്പെക്ടസ് മുഖേനയുള്ള വാഗ്ദാനമാവാം, വിൽപ്പനയ്ക്കുള്ള വാഗ്ദാനം ഓഫർ ടു സെയിൽ ആവാം, സ്വകാര്യ വിൽപ്പനകളാവാം അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആവാം, അവകാശ ഓഹരികളാവാം റൈറ്റ്സ് ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ ഈ IPO ഇലക്ട്രോണിക് ആയിട്ടുള്ള IPOകളാവാം. അപ്പൊ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗിന്റെ ഓൺലൈൻ ഫോർമാറ്റിൽ ഈ IPO ആവാം. ഇനി അതെല്ലാം പ്രോസ്പെക്ടസ് മുഖേന വിൽക്കാനായിട്ടുള്ള ഒരു സാധനം കൊടുക്കാം. ഇനി വിൽപ്പനയ്ക്കുള്ള വാഗ്ദാനം ഓഫർ ടു സെയിൽ പറഞ്ഞതുകൊണ്ട് അത് വിൽക്കാം. ഇനി സ്വകാര്യമായിട്ട് ഒരു കമ്പനി പേഴ്സണൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് വഴി കൊടുക്കാം. ഇനി റൈറ്റ്സ് ഇഷ്യൂ ഏതെങ്കിലും ഒരു ഷെയർ കൊടുക്കാൻ അവകാശമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കാം. ഇനി ഇലക്ട്രോണിക് IPO ആയിട്ടും കൊടുക്കാം. ഇത്തരത്തിലുള്ള പല രീതികളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ വിതരണം പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ഷെയറുകൾ വെക്കുമ്പോൾ നമുക്ക് ഇത് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റും. ഇതിന്റെ പേരുകൾ മാത്രം ഓർത്തിരിക്കുക, എങ്ങനെയൊക്കെയാണ് ഇത് കൊടുക്കുന്നത്, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റുകളായിട്ട് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഷെല്ലിംഗ് നടന്നതിന് ശേഷം പിന്നീട് ഇത് എങ്ങോട്ട് പോകുന്നു, ദ്വിതീയ വിപണി അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിലേക്ക് പോകുന്നു. അപ്പൊ ദ്വിതീയ വിപണിയെ ഓഹരി വിപണി എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള സാധനമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. നിഫ്റ്റി ഇടിഞ്ഞു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, സെൻസെക്സ് ഇടിഞ്ഞു എന്ന് കേൾക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ദ്വിതീയ വിപണിയെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദ്വിതീയ വിപണിയെ ഓഹരി വിപണി അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നും പറയാറുണ്ട്. നിലവിലുള്ള ഓഹരികൾ വാങ്ങാനും വിൽക്കാനുമുള്ള വിപണികളാണ് ദ്വിതീയ വിപണി എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൈമറി മാർക്കറ്റിൽ വന്നിട്ടുള്ള സ്റ്റോക്കുകൾ വീണ്ടും വിൽക്കുന്നതിനാണ് നമ്മൾ എന്തിൽ പറയാം, സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയാം. ഇത് നിലവിലുള്ള നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കാനും പുതിയ നിക്ഷേപകർക്ക് വിപണിയിൽ പ്രവേശിക്കാനും സഹായിക്കുന്നു. അപ്പോൾ ഓൾറെഡി പ്രൈമറി മാർക്കറ്റിൽ ഓൾറെഡി ഒരാൾ ഇത് വാങ്ങിയിട്ടുണ്ടാവും, ഇയാൾ വിറ്റൊഴിയാണ്.
അപ്പോൾ പുതിയൊരാൾക്ക് വന്നിട്ട് ഈ ഷെയർ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ സാധനം വീണ്ടും വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ വീണ്ടും മാർക്കറ്റിലേക്ക് പുതിയ ആൾക്കാരെ ഒന്ന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക സെക്കൻഡറി മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ദ്വിതീയ വിപണി എന്ന് പറയുന്നത്. നിലവിലുള്ള സെക്യൂരിറ്റികൾക്ക് ദ്രവത്വവും വിപണന സാധ്യതകളും ഇത് പ്രധാനമായിട്ടും കൊടുക്കുന്നു. ഇനി ഓഹരി വിപണി അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ നമുക്ക് നോക്കാം. സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 അനുസരിച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്തതോ അല്ലാത്തതോ ആയ സെക്യൂരിറ്റികൾ വാങ്ങുന്നതോ വിൽക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ കൊണ്ടുവന്ന സ്റ്റോക്കുകൾ വിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇനി പഠിക്കാൻ പോകുന്ന കാര്യമാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ BSE NSE ഉണ്ട്. ഇവിടെയൊക്കെ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇതിന് നമ്മൾ പറയാം നിഫ്റ്റി ഇടിഞ്ഞു, സെൻസെക്സ് ഇടിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ മൂവ്മെന്റിനെ പറ്റിയിട്ടാണ്. ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളുണ്ട്. ഇപ്പൊ ഇവിടെ വന്ന് വലിയ കമ്പനികളൊക്കെയാണ് നമുക്ക് കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ കിട്ടും. ഇപ്പൊ റീസെന്റ് നോക്കുകയാണെങ്കിൽ ഫിസിക്സ് വാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇവർ രജിസ്റ്റേർഡ് ആയി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഹൈപ്പർ വാല്യൂ ക്രിയേറ്റഡ് ആവുന്ന സമയത്ത് ഇവർക്ക് കൊണ്ടുവന്ന് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും, ഇവരുടെ ഷെയറുകൾ വിൽക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അതിൽ ഏറ്റവും കൂടിയ വാല്യൂ ഉള്ള 50 ഷെയറുകൾ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയാ ഇത് പറയുന്ന 50, 30 ആയിട്ടുള്ള 2 വാല്യൂസ് ഉണ്ട്. ഇതാണ് റെസ്പെക്റ്റീവ്ലി സെൻസെക്സിലും നിഫ്റ്റിയിലും ഉള്ളത്. ഇതിന്റെ മൂവ്മെന്റിനാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ വാല്യൂ ഓവറോൾ കുറയുമ്പോൾ സെൻസെക്സ് ഇടിഞ്ഞു, അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ കൂടുമ്പോൾ സെൻസെക്സ് കയറി അല്ലെങ്കിൽ നിഫ്റ്റി കയറി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും പ്രൈമറി സെക്കൻഡറി മാർക്കറ്റ് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓഹരി വിപണി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളുടെ മൂവ്മെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയാനുള്ള കാരണം തന്നെ ഓരോ കമ്പനികളുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ അവരുടെ ഷെയറുകൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന മാർക്കറ്റിൽ ഫ്ലോട്ട് ചെയ്യുന്നു. ഇതിൽ ആൾക്കാർ വാങ്ങുകയും വിൽക്കുകയും വാല്യൂ നോക്കി ചെയ്യുന്നു. ഇപ്പോൾ ചില കമ്പനികൾക്ക് വാല്യൂ കൂടി കഴിഞ്ഞു. ഇപ്പോൾ റിലയൻസും വോഡാഫോണും നോക്കുക. ആദ്യത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ വോഡാഫോണിന് കുറെ ഓഹരികൾ ഉണ്ടായിരുന്നു. അവരെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, ആൾക്കാരെല്ലാം കൂടി വോഡാഫോണിന്റെ സ്റ്റോക്ക് വാങ്ങിച്ച് വെച്ചേക്കാന്ന് വിചാരിക്കാം. അപ്പോൾ കുറെ പണം വോഡാഫോണിലേക്ക് എത്തി. അപ്പോൾ ഇവർക്ക് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യാനായിട്ട് അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. കുറെ നാൾ കഴിഞ്ഞ് ചിലപ്പോൾ ജിയോ വന്നപ്പോൾ ആൾക്കാർക്ക് എന്ത് തോന്നി, ജിയോയുടെ ഷെയറുകൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, ജിയോ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ കുറച്ച് ടോപ്പ് നിൽക്കുന്നതെന്ന് തോന്നുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആളുകൾ വോഡാഫോൺ വിറ്റിട്ട് എന്ത് ചെയ്യും, നേരെ ജിയോ എന്ന് വാങ്ങും. അപ്പോൾ വോഡാഫോണിന്റെ വാല്യൂ താഴോട്ട് പോയി, ജിയോയുടെ വാല്യൂ മുകളിലോട്ട് കയറി. അപ്പോൾ ജിയോയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കുറെ പണം എന്ത് കിട്ടി, സെക്കൻഡറി മാർക്കറ്റിലൂടെയും കിട്ടി. കുറെ പണം എന്ത് ചെയ്യും, അവർക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള പണങ്ങളൊക്കെ ഷെയർ വിറ്റിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. സോ ഇത്തരത്തില് ട്രാൻസാക്ഷൻസ് നടക്കുന്നതിനാണ് നമുക്ക് എന്ത് പറയാം, സെക്കൻഡറി മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. ബിസിനസിനെ സഹായിക്കുന്നതിനോ ക്രമീകരിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള വ്യക്തികളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൂട്ടത്തെയും സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയാം. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ ഇതിന് വേറൊരു ഡെഫിനിഷൻ പോലെ നമുക്ക് പറയാം. ബിസിനസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിന് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ടോ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുറെ വ്യക്തികൾ കൂടി ചേർന്നൊരു ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കൂട്ടം ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം, ഈ ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു വേദിയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയാം. അപ്പൊ എന്തുകൊണ്ടാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്നത്? വാട്ട്സ് ദ പർപ്പസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്? നിലവിലുള്ള സെക്യൂരിറ്റികൾക്ക് ദ്രവത്വവും വിപണനശേഷിയും പ്രദാനം ചെയ്യുന്നു. ദ്രവത്വവും അല്ലെങ്കിൽ ലിക്വിഡിറ്റിയും വിപണനശേഷിയും പ്രദാനം ചെയ്യുന്നു. സെക്യൂരിറ്റികളുടെ വില നിർണ്ണയിക്കുന്നു. ഇടപാടുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുന്നു. ഇക്വിറ്റി സംസ്കാരം വ്യാപിപ്പിക്കുന്നു. ഊഹക്കച്ചവടത്തിനുള്ള അവസരം ലഭ്യമാക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒന്ന്, നിലവിലുള്ള സെക്യൂരിറ്റികൾക്ക് ദ്രവത്വവും വിപണനശേഷിയും പ്രദാനം ചെയ്യുന്നു. ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ലിക്വിഡിറ്റി, അതായത് ആളുകൾ വാങ്ങാൻ വിൽക്കുകയും ചെയ്യുകയാണ്. അപ്പൊ അതിന് ദ്രവത്വം കൊടുക്കുക, അല്ലെങ്കിൽ സെക്യൂരിറ്റികൾക്ക് ഇവരുടെ ഷെയറുകൾക്കൊക്കെ ലിക്വിഡിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്യൂരിറ്റികളുടെ വില നിർണ്ണയിക്കുന്നു. ഇവരുടെ ഷെയറുകളുടെ അല്ലെങ്കിൽ സെക്യൂരിറ്റികളുടെ വാല്യൂ ഇപ്പോൾ ഓരോ സമയത്ത് ഇവരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ ഷെയറുകൾക്ക് എത്ര വാല്യൂ ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് പറ്റും. ഇത്ര വാല്യൂ ഉള്ള ഒരു കമ്പനിയാണെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഇടപാടുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് വേറൊരു പർപ്പസ് ആണ്. സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രധാനമായിട്ട് സംഭാവനകൾ കൊടുക്കുകയാണ്. ഒരുപാട് എമൗണ്ട് റേസ് ചെയ്യാൻ പറ്റും ആളുകൾക്കാണെങ്കിലും കമ്പനികൾക്കാണെങ്കിലും. ഓക്കെ, ഇക്വിറ്റി സംസ്കാരം വ്യാപിപ്പിക്കുന്നു. ഷെയറുകൾ വാങ്ങുക, ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഷെയറുകൾ വാങ്ങുക, കൂട്ടുക, അല്ലെങ്കിൽ ഷെയറുകളുടെ ഓണർ ആവുക, അതൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ള ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഒരു പാർട്ടാണ്. ഊഹക്കച്ചവടത്തിനുള്ള അവസരം ലഭ്യമാക്കുന്നു. അത് റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ എന്താ പറയുകയാണ്, സ്പെക്കുലേറ്റ് ചെയ്യാണ്. ഈ കമ്പനി വളരാം, അവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു, വളർന്നാൽ വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാകും. വളർന്നില്ലെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ കയ്യിൽ ആകെയുള്ള പണം കൊണ്ടൊക്കെയാണ് നമ്മൾ ഇത് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തകർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടം നേരിടാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് ബ്ലൈൻഡ് ആയിട്ട് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടം ഉണ്ടായ ഒരുപാട് റിസ്ക് ഉണ്ടായ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനെപ്പറ്റി പ്രോപ്പറായിട്ട് പഠിച്ചിട്ടും കയ്യിൽ സേഫ് ആയിട്ടുള്ള എമൗണ്ട് വെച്ച് മാത്രവും എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ചെറിയൊരു എമൗണ്ട്, ഇപ്പോൾ കുട്ടികളാണെങ്കിൽ പോലും പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സ്റ്റോക്കുകളിൽ കൊണ്ടുവന്ന് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ അത്തരത്തിൽ പല കാര്യങ്ങളും പല ഫംഗ്ഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ഫാക്ച്വൽ നോളജ് നമുക്ക് ഷെയർ ചെയ്യാം. ഓഹരി വിപണിയിലെ ഓഹരികളുടെ ഉയർച്ച താഴ്ചകളെ വിശേഷിപ്പിക്കുന്ന ചില പദങ്ങളാണ് ബുൾ ആൻഡ് ബിയർ, അഥവാ കാളയും കരടിയും.
ഓഹരി വിപണിയിലെ സൂചിക ഉയരുന്ന അവസ്ഥയാണ് ബുൾ മാർക്കറ്റ് എന്ന് നമ്മൾ പറയുന്നു. ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നു. ഓഹരികളുടെ സൂചിക എന്ത് ചെയ്യുന്നു? ഒറ്റയടിക്ക് ബൂം ചെയ്യാണ്. പെട്ടെന്ന് ഒരു എന്തെങ്കിലും ഒരു അഷുറൻസ് വരുന്നു, ഗവൺമെന്റ് പറയുന്ന മാർക്കറ്റ് കമ്പനികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യുന്നു? സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസസ് കൂടുന്നു. ബുൾ മാർക്കറ്റ്. ഓഹരി വിപണിയിലെ സൂചിക ഇടിയുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്നവരാണ് ബിയർ മാർക്കറ്റ്, കരടി അല്ലെങ്കിൽ ബിയർ മാർക്കറ്റ്. പെട്ടെന്ന് ഈ പറഞ്ഞ വാല്യൂസ് ഇടിഞ്ഞ് താഴെ പോയി, അപ്പോൾ എന്ത് പറയുന്നു? അതിനെ ബിയർ മാർക്കറ്റ് എന്ന് പറയാം. ഓഹരി വിപണിയിലെ ഗവൺമെന്റ് ഓഹരികളെ വിളിക്കുന്ന പേരാണ് ഗിൽഡ്. ഓഹരി വിപണിയിലെ ഗവൺമെന്റ് ഓഹരികളെ വിളിക്കുന്ന പേരാണ് ഗിൽഡ് എന്ന് പറയുന്നത്. ഇപ്പം ഗിൽഡ് എഡ്ജ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഗിൽഡ് എന്ന് പറയുന്നത്. വില കൂടിയ ഓഹരികൾ അറിയപ്പെടുന്നത് ബ്ലൂ ചിപ്പ് എന്നാണ്. വില കൂടിയ ഓഹരികളെ നമ്മൾ പറയുന്നു ബ്ലൂ ചിപ്പ്. ഒരുപാട് വാല്യൂ കൂടിയ കമ്പനികൾ ഉണ്ടാവും. ഇപ്പൊ ടാറ്റ പോലെ, ജിയോ പോലെ, റിലയൻസ് പോലെ കമ്പനികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബ്ലൂ ചിപ്പ് കമ്പനീസ് അല്ലെങ്കിൽ ബ്ലൂ ചിപ്പ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റിയിട്ടാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഒന്നായിട്ടുള്ള ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെയല്ല, ഏഷ്യയിൽ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 1875 ഇത് നിലവിൽ വരുന്നത്. 1875 ഇത് നിലവിൽ വരുന്നത്. ഇതിന് മുമ്പ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്നും അറിയപ്പെട്ടിരുന്നു. 1956 സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് അനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞ എക്സ്ചേഞ്ചിന് സ്ഥിരം അംഗീകാരം കിട്ടിയത്. 1956 സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് അനുസരിച്ചിട്ടാണ് ഇതിന് സ്ഥിരം അംഗീകാരം കിട്ടിയത്. BSE തുടക്കത്തിൽ അറിയപ്പെടുന്നത് ദ നേറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്നായിരുന്നു. ദ നേറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിൽ തന്നെയല്ല, ഏഷ്യയിൽ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരുന്നു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ്. 1875 നിലവിൽ വന്നത്. BSE ഇനി പറയുന്ന ഫാക്ടറുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. BSE സ്ഥിതി ചെയ്യുന്നത് ദലാൽ സ്ട്രീറ്റിലാണ്, മുംബൈയിലെ ദലാൽ സ്ട്രീറ്റിലാണ്. BSE ഓഹരി സൂചിക അറിയപ്പെടുന്നത് സെൻസെക്സ് എന്നാണ്. സെൻസെക്സ് 30 എന്ന് പറയുന്നത്. സെൻസെക്സ് 30 എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന സ്റ്റോക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 30 സ്റ്റോക്കുകളുടെ മൂവ്മെന്റിനെ വെച്ചിട്ടാണ് എന്ത് പറയുക, ഇതിന്റെ വാല്യൂ പറയാം. ഇപ്പൊ സെൻസെക്സ് ഇടിഞ്ഞു, സെൻസെക്സ് കുറഞ്ഞു എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ 30 സ്റ്റോക്കുകളുടെ ഹൈക്കിനെയും ലോവിനെയും സൂചിപ്പിക്കുന്നു. പെട്ടെന്ന് ഈ സ്റ്റോക്കുകളുടെ വില കൂടിയ 30 സ്റ്റോക്കുകളുടെ വില കൂടിയ നമുക്ക് ഇതിനെ എന്ത് പറയാം? സെൻസെക്സ് കൂടി എന്ന് പറയാം. ഇതിന് വാല്യൂ കുറഞ്ഞ സെൻസെക്സ് ഇടിഞ്ഞു എന്ന് പറയാം. ഓക്കെ, അതാണ് സെൻസെക്സിന്റെ വാല്യൂ അനുസരിച്ച് പറയുന്നത്. സെൻസെക്സ് 30 ആണ്. എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഓഹരികളുടെ വിപണി മൂല്യത്തെ അടിസ്ഥാനമാക്കിയാണ് സെൻസെക്സ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന 30 കമ്പനികളുടെ മൂല്യമാണ് പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സെൻസെക്സിന്റെ പൂർണ്ണ രൂപം സെൻസിറ്റീവ് ഇൻഡെക്സ് ആണ്. സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. BSE രജിസ്റ്റർ ചെയ്ത ആദ്യ കമ്പനിയാണ് DS പ്രഭുദാസ് ആൻഡ് കമ്പനി. DS പ്രഭുദാസ് ആൻഡ് കമ്പനിയാണ് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ സെൻസെക്സിന്റെ വാല്യൂ ജനറലി നമ്മൾ പറയുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 30 സ്റ്റോക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. ദലാൽ സ്ട്രീറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ സൂചിക അറിയപ്പെടുന്ന പേര് സെൻസെക്സ് എന്നാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ച്വൽ ഇൻഫർമേഷൻസ് ആണ്. BSEയുടെ അനുബന്ധ സ്ഥാപനമായിട്ടുള്ള ഓഹരി വിപണിയാണ് ഇന്ത്യ ഇന്റർനാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് BSEയുടെ അനുബന്ധ സ്ഥാപനമായിട്ടുള്ള ഇന്ത്യ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അഥവാ 2017 വന്ന ഇന്ത്യ INX എന്ന് പറയുന്നത്. ഇന്ത്യ INX എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ആണ് ഇന്ത്യ INX. 2025 150 വർഷം ആചരിച്ച സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതുകൊണ്ടാണ് ഇതിന്റെ റെലവൻസ് കറണ്ട് അഫയറിൽ വരാം. 2025 150 വർഷം ആചരിച്ച സ്റ്റോക്കാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓഹരി വിപണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ നിക്ഷേപകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായിട്ടുള്ള ചാറ്റ് ബോട്ടാണ് ആസ്ക് മൊട്ടാബായ്. അപ്പോൾ ഓഹരി വിപണിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിച്ച ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായിട്ട് ഒരു ചാറ്റ് ബോട്ടാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ആസ്ക് മൊട്ടാബായ്. BSE പറ്റിയുള്ള ഇത്ര ഇൻഫർമേഷൻസ് ഓർത്തിരിക്കുക. ഫുൾ ഫാക്ച്വൽ ആണ്. ഫാക്ച്വൽ എന്ത് ചെയ്യുക, ക്വസ്റ്റൻസിന് വളരെയധികം ചോദിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അതെന്ത് ചെയ്യുക, അങ്ങനെ തന്നെ പഠിക്കാനായിട്ട് നോക്കുക. അടുത്ത രണ്ടാമത്തത്, ആദ്യത്തേത് BSE ആണെങ്കിൽ ഇന്ത്യയിലെ വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിൽ ഇത് കൂടാതെ ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, ചെറിയ ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്. പ്രധാനമായിട്ടുള്ള രണ്ടെണ്ണം എന്ന് പറയുന്നത് BSEയും NSEയും ആണ്. ഇതിലെ വാല്യൂസ് ആണ് പ്രധാനമായിട്ടും കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ഇന്ത്യയിൽ ഒരു ജനറൽ മൂവ്മെന്റ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും പഴയത് BSE ആണെങ്കിൽ ഏറ്റവും വലുത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. 1992 ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട ഈ സ്ഥാപനം 93 ഏപ്രിലിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് മാറി. 92 രജിസ്റ്റർ ചെയ്തു, 93 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് മാറി. പൂർണ്ണമായും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മുഖേനയുള്ള ഓഹരി വിപണനം രാജ്യമെമ്പാടും വ്യാപിപ്പിക്കുന്നതിന് NSE വലിയ പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിലെ 50 സ്റ്റോക്കാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് നിഫ്റ്റി 50. അപ്പൊ നമ്മൾ BSEയുടെ കാര്യം പറഞ്ഞു. അതിലെ സ്റ്റോക്കുകൾ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലായിരുന്നു? അവിടുത്തെ സ്റ്റോക്കുകൾ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? സെൻസെക്സ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അറിയപ്പെടുന്നത് നിഫ്റ്റി എന്നാണ്.
അപ്പൊ അതിൽ പ്രധാനമായിട്ടും 50 സ്റ്റോക്കുകളുടെ മൂവ്മെന്റ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ 50 സ്റ്റോക്കുകൾ കൂടുമ്പോൾ ഈ പറഞ്ഞ നിഫ്റ്റി കൂടി എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് കുറയുമ്പോൾ നിഫ്റ്റി കുറഞ്ഞെന്ന് പറയാം. ഇതുകൊണ്ടാണ് നിഫ്റ്റി കൂടുക കുറയുക എന്നൊക്കെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ അതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ബാങ്കുകൾ, മുൻനിര ധനകാര്യ സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ, മറ്റ് ധനകാര്യ ഇടനിലക്കാർ തുടങ്ങിയവർ മുൻകൈ എടുത്താണ് ആദ്യമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയത്. അപ്പൊ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇത് തുടങ്ങുന്നത്. ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ കമ്പനികളൊക്കെ രജിസ്റ്റർ ചെയ്ത് ഒരുപാട് വളർച്ച പ്രാപിച്ചപ്പോൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൂടി വേണം തോന്നി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ ചെയ്യാനൊക്കെ ആയിട്ട് പെട്ടെന്ന് മുന്നേ നടക്കാനായിട്ട് എന്ത് കൊണ്ടുവന്നു, ഇവരെല്ലാം കൂടി ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇവരെല്ലാം കൂടെ ചേർന്ന് നിഫ്റ്റി ഈ പറഞ്ഞ ഇത് കൊണ്ടുവരാനായിട്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഒരു ഇടപാട് നടത്തി. അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനകത്തുള്ള മൂവ്മെന്റ് സ്റ്റോക്കുകൾ വിളിക്കുന്ന പേരാണ് നിഫ്റ്റി എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട 50 എണ്ണമാണ് ഇവിടുത്തെ മൂവ്മെന്റിന് പ്രധാനമായിട്ടും എന്ത് ചെയ്യുക, പങ്ക് വഹിക്കുന്നുള്ള കാര്യം. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ NSE ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈ ആണ്. അപ്പൊ ഇവിടുത്തെ നിഫ്റ്റി എന്നാണ് അറിയപ്പെടുന്നത് നിഫ്റ്റി 50 ആണ്. 50 ഷെയറുകളുടെ മൂവ്മെന്റ് ആണ്, മറ്റേത് 30 ഷെയറുകളുടെ മൂവ്മെന്റ് ആയിരുന്നു. നിഫ്റ്റിക്ക് രൂപം നൽകിയ സാമ്പത്തിക വിദഗ്ധർ ഈ പറഞ്ഞ കമ്മിറ്റികളിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതിന് പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിക്ക് വളരെയധികം പങ്കുവഹിച്ച വ്യക്തികൾ എന്ന് പറയുന്നത് അജയ് ഷായും സൂസൻ തോമസ് ആണ്. അജയ് ഷായും സൂസൻ തോമസ് ആണ്. ഓക്കെ, NSE രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ഫെർവാനി കമ്മിറ്റി. NSE രൂപീകരണം എന്നുള്ള രീതിയിൽ തുടങ്ങിയ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ടുള്ള നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊണ്ടുവരാനായിട്ട് രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത് ഫെർവാനി കമ്മിറ്റിയാണ്. ഫെർവാനി കമ്മിറ്റിയാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നോളജ് ഹബ്ബ് ന്യൂഡൽഹിയിലാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നോളജ് ഹബ്ബ് ന്യൂഡൽഹിയിലാണ്. സെൻസെക്സിനോ നിഫ്റ്റിയിലോ ഒരു ദിവസം ഉണ്ടാകുന്ന നേട്ടത്തെ കുറിക്കുന്നത് റാലി എന്നാണ്. വിപണിയിൽ തുടർച്ചയായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തെ മാർക്കറ്റ് റാലി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ സെൻസെക്സിലോ നിഫ്റ്റിയിലോ പെട്ടെന്നൊരു ഹൈക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പേര് വിളിക്കാം, റാലി എന്ന് വിളിക്കാം. റാലി എന്ന് വിളിക്കാം. വിപണിയിൽ തുടർച്ചയായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തെ മാർക്കറ്റ് റാലി എന്നും നമുക്ക് പറയാം. ഇനി നമ്മൾ ഇവരെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏജൻസിയെ പറ്റി പഠിക്കണം. അതാണ് വേറൊന്നുമല്ല, സെബി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റി വിപണിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും നിക്ഷേപകരുടെ സംരക്ഷണത്തിനുമായിട്ട് ഒരു ഇടക്കാല ഭരണ നിർവഹണ സമിതി എന്ന നിലയിൽ 1988 ഏപ്രിൽ 12-നാണ് നാഷണൽ ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. അപ്പൊ എന്തിനാണ്? ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും സെക്യൂരിറ്റി വിപണിയുടെ ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്ക് എന്താ പറയാ സഹായം ചെയ്തു കൊടുക്കുക, കൂടാതെ ഇടക്കാല ഭരണനിർവഹണ സമിതി എന്ന നിലയിൽ ആക്ട് ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് 1988 ഏപ്രിൽ 12-നാണ് സെബി നിലവിൽ വരുന്നത്. 1992 ജനുവരി 30-ന് ഒരു ഓർഡിനൻസിലൂടെ സെബിക്ക് സ്വയംഭരണ പദവി നൽകി. അപ്പൊ കൊണ്ടുവന്നത് 1988-ലാണ്. എന്നാൽ ഇതിന് സെൽഫ് ഗവേണൻസ് ആയിട്ടുള്ള ഒരു പദവി കൊടുത്തത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഒരു അനുമതി കൊടുത്തത് 92 ജനുവരി 30-നാണ്. ഒരു ഓർഡിനൻസിലൂടെ സ്വയംഭരണ പദവി നൽകി അല്ലെങ്കിൽ ഓട്ടോണോമസ് പദവി കൊടുത്തു. പ്രസ്തുത ഓർഡിനൻസിന് പകരമായിട്ട് പിന്നീട് പാർലമെന്റ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് തന്നെ കൊണ്ടുവന്നു. അപ്പൊ ഇതൊരു റെഗുലേറ്ററി ബോഡി എന്നുള്ള രീതിയിൽ ഒരു ഒഫീഷ്യൽ കപ്പാസിറ്റി കിട്ടുന്നത് 1992-ലാണ്. ഇത് വന്നത് 88-ലാണ്. 92-ൽ ഓർഡിനൻസിലൂടെ സ്വയംഭരണ പദവി കൊടുത്തു. പിന്നീട് ഓർഡിനൻസ് വന്നാൽ ഇതൊരു ആക്ട് ആയിട്ട് പാസ്സാക്കണമല്ലോ 6 മാസത്തിനുള്ളിൽ. അത്തരത്തിൽ ഗവൺമെന്റ് ഇതൊരു ആക്ട് ആയിട്ട് പാസ്സാക്കി. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992 എന്ന ആക്ട് ആയിട്ട് പാസ്സാക്കി. സെബി നിലവിൽ വന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? GS പട്ടേൽ കമ്മിറ്റി. GS പട്ടേൽ കമ്മിറ്റി. നമ്മൾ NSE കാര്യം പറയുന്നത് ഫെർവാനി കമ്മിറ്റി. അതുപോലെ സെബി നിലവിൽ വന്നത് GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. GS പട്ടേൽ ശുപാർശ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. നിക്ഷേപകർക്ക് സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ കുറിച്ചുള്ള അടിസ്ഥാന അറിവുകൾ ലഭ്യമാക്കാനും വിപണിയിലെ വ്യവഹാരങ്ങൾ വളരെ വേഗത്തിൽ നടത്താനുമായി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് സാർഥി. SAARTHI. സാരഥി അല്ലെങ്കിൽ സാർഥി എന്ന് പറയാം. അപ്പോൾ നിക്ഷേപകർക്ക് സെക്യൂരിറ്റി മാർക്കറ്റിനെ കുറിച്ചുള്ള അടിസ്ഥാന അറിവുകളൊക്കെ ലഭ്യമാക്കാനും വേണ്ടിയിട്ടും വളരെ വേഗത്തിൽ ഇതിനകത്തുള്ള ട്രാൻസാക്ഷൻസ് നടക്കാൻ വേണ്ടിയിട്ടും സെബി കൊണ്ടുവന്ന മൊബൈൽ ആപ്പാണ് സാരഥി എന്ന് പറയുന്നത്. ഇനി മനസ്സിലാക്കേണ്ട ഫാക്ച്വൽ നോളജ് ആണ്. സെബിയുടെ ആസ്ഥാനം മുംബൈയിലാണ്, ഫിനാൻഷ്യൽ ക്യാപിറ്റലാണ്. ഓക്കെ, ഒബ്വിയസ്ലി എവിടെയായിരിക്കും? മുംബൈയിലായിരിക്കും. സെബിയുടെ ആദ്യ ചെയർമാനാണ് എസ് എ ധാവ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നതും ആരാണ്? സെബിയാണ്. റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുടെ റെഗുലേറ്റർ എന്ന് പറയുന്നത് ആരാണ്? ഇപ്പൊ ക്രിസിൽ പോലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ ഉണ്ടാവും. ഇവരൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? സെബിയാണ്. സെബിയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആണ് മാധവി പുരി ബച്ച് എന്ന് പറയുന്നത്. റീസെന്റ് ഒരുപാട് വിവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മാധവി പുരി ബച്ച്. കേട്ടിട്ടുണ്ടോ? അപ്പൊ സെബിയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആയിരുന്നു മാധവി പുരി ബച്ച്. റെഗുലേറ്റർ ഓഫ് ദ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്ന് പോലും അറിയപ്പെടുന്നു. ആദ്യത്തെ ചെയർമാൻ SH ധാവയായിരുന്നു. സെബിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയിലാണ്. ഇത്രയും ഫാക്ട് എന്ത് ചെയ്യുക, ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കേരളമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ലണ്ടൻ ഓഹരി വിപണിയിൽ വ്യാപാരം ആരംഭിക്കുന്നതിന് ക്ഷണിക്കപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. അപ്പൊ കേരളത്തിന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ആയിരുന്നു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ആദ്യമായിട്ട് എന്തിനു ക്ഷണിക്കപ്പെട്ടത്? ഒരു വ്യാപാരത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കപ്പെട്ടത്. അപ്പോൾ ഒരു ബോണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്തിരുന്നു, മസാല ബോണ്ട് എന്ന് പറഞ്ഞൊരു ബോണ്ട് നമ്മൾ അവിടെ ഇഷ്യൂ ചെയ്തിരുന്നു. അപ്പോൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു ക്ഷണം കിട്ടുകയും അതിന് ആദ്യമായിട്ട് പോയത് കേരളത്തിൽ നിന്നുള്ള ആരായിരുന്നു? പിണറായി വിജയൻ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനായിരുന്നു.
സെക്യൂരിറ്റി മാർക്കറ്റിലെ പുതിയ മാറ്റങ്ങൾക്കും സാധ്യതകൾ കണ്ടെത്തുന്നതിനായിട്ടും 2022 സെബി അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആരംഭിച്ച ഐഡിയത്തിനാണ് മന്ഥൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഓഹരി വിപണിയിലെ നേട്ടങ്ങൾ വിവരിക്കുന്നത് ലക്ഷ്യമാക്കി വിർച്വൽ മ്യൂസിയം സ്ഥാപിക്കുന്ന സ്ഥാപനമാണ് സെബി. ഇന്ത്യൻ ഓഹരി വിപണിയിൽ നേട്ടങ്ങൾ വിവരിക്കുന്നത് ലക്ഷ്യമാക്കിയിട്ട് ഒരു വിർച്വൽ മ്യൂസിയം ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിർച്വൽ മ്യൂസിയം സ്ഥാപിച്ചത് സെബിയാണ്. കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇനി കേരളത്തിൽ ഒരെണ്ണമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1978 കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേയാണ് നമ്മൾ പഠിച്ചു. പ്രൈമറി മാർക്കറ്റ് എന്താണ്, സെക്കൻഡറി മാർക്കറ്റ് എന്താണ്, ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്താണ്. അപ്പോൾ പ്രൈമറി സെക്കൻഡറി കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ബോഡി ആയിട്ടുള്ള സെബിനെ പറ്റി പറഞ്ഞു. മാത്രമല്ല സെക്കൻഡറി മാർക്കറ്റിലെ പ്രധാനമായിട്ടുള്ള കുറേ ടൂൾസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ബിയർ ബുള്ള് പോലത്തെ കാര്യങ്ങൾ ടെർമിനോളജീസിനെ പറ്റി പറഞ്ഞു. NSE പറ്റിയും BSE പറ്റിയും പറഞ്ഞു. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ച്വൽ നോളജുകൾ നമ്മൾ ഫുൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഫാക്ച്വൽ നോളജുകൾ ഫുൾ പഠിക്കുക. ഇതെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പേപ്പർ വായിക്കുന്ന സമയത്ത് ഇതോട്ട് ഒന്ന് ലിങ്ക് ചെയ്ത് പോവുക. എന്താണ് NSE BSE എന്നൊക്കെ മനസ്സിലായല്ലോ, എന്താണ് സെൻസെക്സ് നിഫ്റ്റി എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഈ സെൻസെക്സ് ഇടിഞ്ഞു നിഫ്റ്റി കയറി എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. 30-50 സ്റ്റോക്കുകളുടെ ഇമ്പോർട്ടൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ആളുകൾ കമ്പനികൾക്ക് ആവശ്യം വരുമ്പോഴാണ് ഇത് വിൽക്കുന്നതെന്നും അപ്പോൾ അതിന് എന്ത് ചെയ്യാം, പ്രൈമറിയിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം പിന്നീട് സെക്കൻഡറിയിലോട്ട് പോകും. സെക്കൻഡറി മാർക്കറ്റിൽ നമുക്ക് ഉൾപ്പെടെ വാങ്ങാൻ പറ്റും, വിൽക്കാൻ പറ്റും. അത്തരത്തിലുള്ള ആശയങ്ങൾ കിട്ടുമ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് റിസ്ക് എടുക്കാതെ അല്ലെങ്കിൽ റിസ്ക് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങളായിട്ടൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ കൂടെയുള്ള ഒരു അഡീഷണൽ പ്രോഫിറ്റ് മേക്കിങ്ങിന്റെ ഒരു ഓപ്ഷൻ ആയിട്ട് കൂടി എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ടോപ്പിക്കുമായിട്ട് ഓൾമോസ്റ്റ് ഒരു ക്ലാസ്സോടെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ ലോങ് ടോപ്പിക്ക് തീരെയാണ്. അപ്പോൾ പണത്തിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പണം എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട് നമുക്ക് ഇനി പഠിക്കാനുണ്ട്. അതോടുകൂടി ഈ ഒരു ഏരിയ കവർ ചെയ്ത് തീരും. പിന്നെ നമുക്ക് 2-3 ക്ലാസ്സുകളിലൂടെ അടുത്ത പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളെ പറ്റിയിട്ട് മിനറൽസ്, ഇപ്പോൾ ജോഗ്രഫി ആയിട്ട് മിക്സ് ചെയ്ത് പോകുന്ന ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഇത് നമ്മുടെ മിനറൽസിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ കൃഷിയെ പറ്റി പഠിക്കാനുണ്ട്, കാർഷിക വിളകളുണ്ട്. ഇതിനെ പറ്റിയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിയുന്നതോടുകൂടി നമ്മുടെ ഒരു ഇക്കണോമിക്സ് ടോപ്പിക്കുകൾ ഓവറോൾ ഒന്ന് തീരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു ഫൈനൽ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും കീപ് സ്റ്റഡിങ്. ഓക്കെ, താങ്ക് യു.